വാനവും ഭൂമിയും മണ്ണുമാകാശവും അഗ്നിയും നിന്റെ അനുഗ്രഹങ്ങൾ. എന്തിനും മീതെ മുഴങ്ങട്ടെ ദൈവമേ നിൻ തിരുനാമവും കാരുണ്യവും. നല്ലതേ തോന്നാവൂ, നല്ലതേ ചെയ്യാവൂ, നല്ലതേ ചൊല്ലാവൂ നിൻ കൃപയാൽ. കാരുണ്യം കോരുന്ന സ്നേഹസ്വരൂപാ നിൻ കാലിണ കൈവണങ്ങുന്നു ഞങ്ങൾ. കാലിണ കൈവണങ്ങുന്നു ഞങ്ങൾ. താങ്ക് യു. തോട്ട് പറയട്ടെ? പറഞ്ഞു. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നം. വിജയം അസാധ്യകരമാണെങ്കിൽ പ്രയാസങ്ങൾ ആവശ്യമാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം. താങ്ക് യു. സൈൻ ഔട്ട് ആരാ? സൈൻ ഇൻ പറയാനേ. ആരാ? ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു ഓൾ അവർ ക്ലാസ്. സൈൻ ഇൻ. Every day is special if you think, every moment is memorable if you feel, everyone is unique if you see, life is beautiful if you live. Sign in by Vinita. മാം ഇല്ല ഇന്ന്. ഞാനിപ്പോ കേറിയതേ ഉള്ളൂ, അതുകൊണ്ട് അറിയത്തില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. മാം ഒരു 5 minutes ലേറ്റ് ആവുമെന്നാ പറഞ്ഞു. അപ്പൊ ജസ്റ്റ് പ്രയർ ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞു. ഓക്കെ ഓക്കെ. എല്ലാവരും ചാപ്റ്റർ ഒന്ന് റീഡ് ചെയ്തോ. അപ്പൊ മനസ്സിലായ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം കേട്ടോ. എടാ പേജ് നമ്പർ ഒന്ന് പറയുമോ? പേജ് നമ്പർ 23. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Thank you for your patience and concern for me. And thank you so much. And sorry for late coming. Okay.
Okay, prayer ഒക്കെ start ചെയ്തോ? Everything is finished, ma'am. Start Okay, after. very good. So sometimes class will be like that, but online ആയതുകൊണ്ട് നമ്മൾ അധികം പ്രിഫർ ചെയ്യാറില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, മാം ലീവ് എടുക്കും, ഞങ്ങളുടെ ട്രെയിനർ ലീവ് എടുക്കും. ഞങ്ങൾ തന്നെ കീ വെച്ചിരിക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് പറഞ്ഞു തരും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ. ഞങ്ങൾ ചെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു റൂം മാത്രമേ കൂട്ടും, ചെന്ന് തുറന്ന് ഞങ്ങൾ ക്ലാസ് ലീഡ് ചെയ്യും. ക്ലാസ് ഞങ്ങൾ തന്നെ കൊണ്ടുപോകും. അങ്ങനെയായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ദാറ്റ് ഇസ്, നമ്മളെല്ലാവരും ഫെസിലിറ്റേറ്റേഴ്സ് ആണല്ലോ. ഒരാൾ ടീച്ചർ, മറ്റുള്ളവർ കുട്ടികൾ, മറ്റുള്ളവർ കേൾക്കണം, ഒരാൾ മാത്രം പറയണം എന്നുള്ളതല്ല മോണ്ടിസോറി മെത്തേഡ്. ഓക്കെ, ഫൈൻ. സോ വേർ വേർ വി? Mental health and hygiene. Mental health and hygiene. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ? ഓർ അതെ അതെ, ഇതിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, ഫൈൻ. മാം അതിലെ ലാസ്റ്റ് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ക്രോ ആൻഡ് ക്രോവിന്റെ അന്ന് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്, പക്ഷെ മാമിന്റെ ടെക്സ്റ്റിൽ വേറെ ആരുടെയോ ഡെഫിനിഷൻ ആണ്. ഇല്ല, അത് വേറൊന്നുമില്ല. എന്റെ ഫസ്റ്റ് പേജ് മിസ്സായി പോയി, പറന്നുപോയി. അത് പിന്നെ എന്റെ അടുത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് എടുത്തപ്പം എന്റെ നോട്ട്സ് തന്നെയാണോ, കാരണം ഞാൻ എന്റെ പേജിൽ നിറയെ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അതെങ്ങനെയോ വിട്ടുപോയി. 1 വർഷത്തോളം ആയല്ലോ കയ്യിലത് ഇരിക്കുന്നു. അപ്പൊ സ്റ്റേപ്ലർ ചെയ്ത് വെച്ചേക്കുന്നത് ടെക്സ്റ്റ് ആയിട്ടല്ല, എനിക്ക് ഓരോ പാർട്ടിന്റെ PDF. സോ അങ്ങനെ പറ്റിയതാണ്. ഓക്കെ, മാം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ. അതെ, നമ്മൾ ട്രെയിനിങ്ങിന് പോകുമ്പോ അതിന്റെ ലെറ്റർ വേണമെന്ന് പറഞ്ഞല്ലോ. അടുത്ത മാസം തൊട്ട് ഞങ്ങൾ കേറാന്ന് വിചാരിച്ചേക്കുന്നത്. അതപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങളെ കോൾ ചെയ്യുന്ന നിങ്ങളുടെ ഒരു കൗൺസിലർ ഉണ്ടാവുമല്ലോ, സ്റ്റുഡന്റ് കോർഡിനേറ്റർ പോലെ. ആളെ വിളിച്ചിട്ട് പറയുമ്പോൾ അത് ഏത് സ്കൂളിലേക്കാണ്, അതിന്റെ അഡ്രസ്സ് കറക്റ്റ്, ആരെ ഡെസിഗ്നേഷൻ, ആരെയാണോ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് അവരുടെ ഡെസിഗ്നേഷൻ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അതിന്റെ ഒരു ലെറ്ററിന്റെ ഒരു സോഫ്റ്റ് കോപ്പി പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അത് കൊണ്ടുപോയി കൊടുത്താൽ മതി ആ സ്കൂളിലേക്ക്. അത് മാത്രമല്ല, ഒരു ഗ്രേഡ് ഷീറ്റ് ഒക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും. അത് ലാസ്റ്റ് ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞ് പോരുമ്പോൾ അവിടുത്തെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനെ കൊണ്ടിട്ട് ആ ഗ്രേഡ് ഷീറ്റ്, നമ്മുടെ ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് പോലെ ആ ഗ്രേഡ് ഷീറ്റിൽ മാർക്ക് എൻറ്റർ ചെയ്യുന്നുണ്ട്. 100-ലാണ് മാർക്ക്. എന്ന് വെച്ചാൽ നമ്മളുടെ കുറെ ക്വാളിറ്റീസ്, അത് അവര് എൻറ്റർ ചെയ്ത് അവര് സൈൻ ആൻഡ് സീൽ വെച്ച് തരും. അപ്പൊ അതെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിക്കുമ്പോൾ അവർക്ക് അറിയാം, അവരത് പറഞ്ഞു തരാം, അതിനനുസരിച്ച് അവർ തരും അത്. ഓക്കെ, സോ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. നമ്മൾ ക്രൂ ആൻഡ് ക്രൂവിന്റെ ഡെഫിനേഷൻ ആയിരുന്നു പറഞ്ഞത്. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മാനേജ് ചെയ്യാൻ പറ്റണം നമ്മളുടെ ഇമോഷണൽ, അതുപോലെ തന്നെ മെന്റൽ, സോഷ്യൽ, അങ്ങനെ വരുന്ന എല്ലാ കാര്യങ്ങളെയും, അതായത് ശാരീരികം, മാനസികം, വൈകാരികം, സാമൂഹ്യപരം. മലയാളത്തിൽ പറയുവാണെങ്കിൽ, മലയാളത്തിൽ അങ്ങനെ പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, പക്ഷെ എന്തായാലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു നാഗാലാൻഡിൽ നിന്ന്, മണിപ്പൂരല്ല കേട്ടോ, നാഗാലാൻഡിൽ നിന്ന് ജോയിൻ ചെയ്ത ഒരു കിമ്മിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിമ്മിന്റെ ഒരു ഫ്രണ്ട് ചോങ് കൂടെ ജോയിൻ ചെയ്തു. 2 പേരും ഒരു റെപ്യൂട്ടഡ് സ്കൂളില് ടീച്ചേഴ്സ് ആണ്. പ്രീ സ്കൂൾ സെക്ഷനിൽ, KG സെഷനിലും പ്രീ സ്കൂൾ സെഷനിലും ടീച്ചേഴ്സ് ആണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്യുവാണ്, നല്ല വെൽ നോൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലുമാണ്, അപ്പോ എന്തിനാണ് ഈ കോഴ്സ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, വി വാണ്ട് ടു അപ്ഗ്രേഡ്. അവർക്ക് ഇനിയും വളരാം, അതിന് വേണ്ടിയിട്ടാണ് അവർ കോഴ്സിന് ജോയിൻ ചെയ്തത്. സോ ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ടു സപ്പോർട്ട് ദം. ഈ ലാംഗ്വേജ് ഇഷ്യൂ കാരണം അവർക്ക് അവരുടെ ബാച്ചിൽ ജോയിൻ ആവാൻ പറ്റുന്നില്ല. സോ അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഡിസ്കഷനിലായിരുന്നു. അപ്പൊ ഇവര് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നാഗാലാൻഡുകാരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലാണ് ക്ലാസ് പോകുന്നതെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ അവരുടെ ഫ്രണ്ട്സ് ജോയിൻ ആവുമെന്ന് പറഞ്ഞു ഫ്രം നാഗാലാൻഡ്. ഇപ്പൊ ഏകദേശം ഒരു 6 സ്റ്റുഡൻസ് ആയി. പക്ഷെ നമുക്ക് ചില പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട് അത്രയും പേരെ ഒരു ബാച്ച് ആക്കാൻ. 20 സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ബാച്ച് ആക്കാം എന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു റെമഡി എന്ന് പറയുന്നത്, ക്ലാസിന്റെ ലാസ്റ്റ് 20 മിനിറ്റ്സ് ഒരു ഇംഗ്ലീഷിൽ അങ്ങ് ബ്രീഫ് ചെയ്യും. അപ്പൊ അവർ ആ 20 മിനിറ്റ്സ് മാത്രം റെക്കോർഡ് കണ്ടാൽ മതി. പിന്നെ പോകുന്ന മെസ്സേജസ് എല്ലാം ബോത്ത് ഇൻ മലയാളം ആൻഡ് ഇംഗ്ലീഷ്. ആൻഡ് ദെൻ 1 hour സെഷൻ പെർ വീക്ക്.
അത് ഞങ്ങളുടെ എല്ലാവരുടെയും കൺവീനിയൻസ് അനുസരിച്ച് നൈറ്റ് ക്ലാസ് ആയിരിക്കും. അങ്ങനെ പകല ഒരു സ്കൂളിലായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ 1 hour എന്നുള്ള രീതിയിൽ അങ്ങനെ ഇപ്പൊ ഫിക്സ് ചെയ്തിട്ടില്ല. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മള് അവരോട് സംസാരിച്ചിട്ടുണ്ട്. സോ അങ്ങനെ മിക്കവാറും അവർക്ക് ബുക്സ് എല്ലാം അയച്ചു കൊടുത്തു. സോ ഐ തിങ്ക് ഇറ്റ് ഇസ് പോസിറ്റീവ് റെസ്പോൺസ് ഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ വി ക്യാൻ സപ്പോർട്ട് ദം. ആൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ബാച്ചുകളിൽ നിന്നും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കുട്ടികൾ റെഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമാണ്, താല്പര്യമാണെന്ന് പറഞ്ഞപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷം. ഓക്കെ ഫൈൻ, നിങ്ങളുടെ ക്ലാസ്സിൽ നിന്നാണ് ആ റെസ്പോൺസ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത്. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു മെന്റൽ ഹെൽത്ത്, ഞാൻ അതൊന്ന് ഷെയർ ചെയ്യട്ടെ. ഓക്കെ, സോ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. പിന്നെ എനിക്കൊരു കൺഫ്യൂഷൻ വന്നു. അപ്പം നമ്മളൊന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരുന്നു. അപ്പൊ മെന്റൽ ഹെൽത്ത് മീൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് അവർ ഇമോഷണൽ, നമ്മളുടെ വൈകാരിക, സൈക്കോളജിക്കൽ, മാനസികം ആൻഡ് സോഷ്യൽ വെൽബീയിങ്, സാമൂഹികം ആയിട്ടുള്ള വെൽബീയിങ്, ആ സുഖം, സന്തോഷം, സമാധാനം, അതാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ ഫസ്റ്റ് യൂണിറ്റില് മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനെസ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? ഞാനാണോ എടുത്തെ? എന്തോ ചാപ്റ്റർ എടുത്തിരുന്നേ? ഞാനല്ലേ എടുത്തെ? അതിനകത്ത് വെൽനെസിന്റെ നമ്മൾ ഡിഫറെന്റ് ആസ്പെക്ട്സ് പറഞ്ഞില്ലേ? യെസ്. സോ ഈ വെൽനെസ് എല്ലാം ഇത് റിലേറ്റഡ് ആണ്. നമുക്ക് വെൽനെസ് ആണ് ശരിക്കും, ഈ വെൽനെസ്സിൽ എല്ലാം വരും. നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, നമ്മുടെ മെന്റൽ ഹെൽത്ത്, നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ മാനേജ് ചെയ്യുന്നത്, നമ്മുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ അതിനെ മാനേജ് ചെയ്യുന്നത്, ക്ലൈമറ്റ് ഡിഫറൻസ് വരുമ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകുന്നതും ഫ്രസ്ട്രേറ്റഡ് ആകുന്നതും അത് നമ്മൾ സംഭവം മാനേജ് ചെയ്യുന്നത്, എല്ലാം ആ വെൽനെസ്സിന് നമ്മൾ കണ്ടു. പല ഏരിയയിൽ നിന്നും നമ്മളുടെ ഈ ഒരു ലൈഫിന്റെ വെൽബീയിങ്ങിനെ അഫക്ട് ചെയ്യുന്ന പല ഏരിയാസ് നമ്മൾ കണ്ടു. ആലോചിച്ചപ്പോൾ ശരി തന്നെയാണ്, നമുക്ക് റിലേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട് പലതും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ഇമോഷണൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ വെൽബീയിങ് ആണ് മെന്റൽ ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൗണ്ട് മൈൻഡിന് സൗണ്ട് ബോഡി നമ്മൾ പറയും. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ നമ്മൾ പറയും. ഇനി മെന്റൽ ഇൽനെസ്സും മെന്റൽ ഇൽ ഹെൽത്തും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഡിഫറൻസ് മനസ്സിലായല്ലോ? മെന്റൽ ഇൽനെസ് എന്തോ ഒരു ഷോക്ക്, ഒരു ട്രോമ, എന്തോ സംതിങ് ഹാപ്പൻ ടു ഹിം, അതിന്റെ ഒരു റിഫ്ലക്ഷൻസ് ആണ് മെന്റൽ ഇൽനെസ് ആയിട്ട് വരുന്നത്. മെന്റൽ ഇൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ ഇഷ്യൂസ് നമ്മളെ കൊണ്ട് തന്നെ മാറ്റാൻ പറ്റുള്ളൂ. ചിലരുടെ രീതി അങ്ങനെയാണല്ലോ, ആ ഒരു ആറ്റിറ്റ്യൂഡ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ വെൽബീയിങ്. നിങ്ങളുടെ PDF ഇല്ലാത്തൊരു പോയിന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് പോകണമെങ്കിൽ നോട്ട് ചെയ്തോളൂ. മെന്റൽ ഹെൽത്തിൽ വരുന്ന കാര്യങ്ങളാണ് ഇമോഷണൽ പറയാം. ഇമോഷണൽ വെൽബീയിങ് വൈകാരികപരമായിട്ടുള്ളത്, സൈക്കോളജിക്കൽ വെൽബീയിങ് മാനസികപരമായിട്ടുള്ളത്, സോഷ്യൽ വെൽബീയിങ് സാമൂഹികപരമായിട്ടുള്ളത്. ഇത് മൂന്നും ഒരേപോലെ മാനേജ് ചെയ്യാൻ പറ്റിയാലാണ് നമ്മളുടെ മെന്റൽ ഹെൽത്ത് നല്ല രീതിയിൽ ഇറ്റ്സ് ബെറ്റർ എന്ന് പറയാനായിട്ട് പറ്റൂ. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, ഹൗ വി തിങ്ക്, ഹൗ വി ഫീൽ ആൻഡ് ഹൗ വി ആക്ട്. അപ്പൊ ഞാൻ ഗ്രീഷ്മയുടെ അടുത്ത് ഷൗട്ട് ചെയ്യാണ്. അതിങ്ങനെ കേട്ടപ്പോഴേക്കും ഗ്രീഷ്മയ്ക്ക് ഭയങ്കര വിഷമായി. ഗ്രീഷ്മ അതിനെപ്പറ്റി ചിന്തിച്ചു, ഗ്രീഷ്മയ്ക്ക് ഫീലിങ്സ് വന്നു. അതിന്റെ ഒരു റെസ്പോൺസ് ആയിട്ട് ഗ്രീഷ്മ ആക്ട് ചെയ്യുന്നത് ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോയി. So like that, mental health എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it affects how we think, how we feel and how we act. നമ്മുടെ ആക്ഷൻസ് മെന്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആണല്ലേ നമ്മുടെ ആക്ഷൻസ്. നമുക്കറിയാം മാനസികമായി അസ്വസ്ഥമുള്ള ആള്
വളരെ ഇൻഡിഫറന്റ് ആയിട്ട് പെരുമാറും. മാനസികമായ അസ്വസ്ഥമുള്ള ഒരാള്. നമുക്കൊരു ലോസ് സംഭവിച്ചു, നമ്മുടെ വീട്ടിലൊരാള് മരിച്ചു, നമ്മളെ വിട്ടുപോയി. സോ ആ സമയത്ത് നമ്മളുടെ സാധാരണയുള്ള ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കില്ല നമുക്ക് ഉണ്ടാകുക. നമുക്ക് ചിലപ്പോ ഭയങ്കരമായിട്ട് സങ്കടം വരും, നമ്മൾ കരയും, ചിലപ്പോ ഭയങ്കരമായിട്ട് കരയും, ചിലപ്പോ മിണ്ടാതിരിക്കും, ആരെന്ത് പറഞ്ഞാലും റെസ്പോണ്ട് ചെയ്യില്ല. സോ അങ്ങനെ ഓരോ സിറ്റുവേഷനില് അത് എങ്ങനെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നു, അങ്ങനെ എങ്ങനെ നമുക്കത് ഫീൽ ചെയ്യുന്നു, എങ്ങനെ നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നു, our ആക്ഷൻസ്. സോ ഇറ്റ് അഫക്ട്സ് ഹൗ മെന്റൽ ഹെൽത്ത് ആണ്, ഹൗ വി തിങ്ക്, ഹൗ വി ഫീൽ ആൻഡ് ഹൗ വി ആക്ട്. ഗ്രീഷ്മയായിരിക്കും ഇവരുടെ രീതി ഇങ്ങനെയാ, ഞാൻ എന്തിനാ അതിനെ കുറിച്ച് ബോധർ ചെയ്യണേ, അതിന് ലീസ്റ്റ് ബോധേർഡ് ആണെങ്കിൽ സോ ദാറ്റ് ഇസ് ഷീസ് ഓക്കെ വിത്ത് ദാറ്റ്. ആൾക്ക് വിഷമങ്ങളൊന്നുമില്ല, വളരെ കൂളായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്തു. അപ്പൊ അതാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്, ഹൗ വി തിങ്ക്, ഹൗ വി ഫീൽ ആൻഡ് ഹൗ വി ആക്ട്. ഓക്കെ, മെന്റൽ ഹെൽത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്തിനാണ്? ടു ഹാൻഡിൽ സ്ട്രെസ്. സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അത് ഈ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്നത് പലർക്കും പല രീതികളായിരിക്കും അല്ലെ. ഒരാളുടെ ഫിയർ അല്ല വേറൊരാളുടെ ഫിയർ, ഒരാളുടെ പ്രോബ്ലം അല്ല വേറൊരാളുടെ പ്രോബ്ലം. അതായത് ഓരോരുത്തർക്കും ഓരോ യുണീക്ക് ആണല്ലേ ഇൻഡിവിജ്വൽസ്, ആളുകൾ വ്യത്യസ്തരാണ്. ഇപ്പൊ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു, ഞാനത് മാനേജ് ചെയ്യാൻ എനിക്ക് മാസങ്ങളോളം എടുത്തു. സെയിം ഇതിൽ തന്നെ മേഘനയ്ക്ക് വന്നു, പക്ഷെ മേഘന ഇത് വിത്തിൻ ടൈം, അതായത് 2-3 ഡേയ്സ് കൊണ്ട് അതിനെ മാനേജ് ചെയ്യും. അപ്പൊ അതാണ് ഓരോരുത്തരിലും അത് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഓരോരുത്തരെയും അത് അഫക്ട് ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആയിരിക്കും, ഓരോരുത്തരും അത് ഹാൻഡിൽ ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആയിരിക്കും. ചില സമയത്ത് ചില സ്ട്രെസ് നമുക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും, പക്ഷെ സംടൈംസ് നമ്മളെ കൊണ്ട് അത് പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ പല മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യൂലേ. ലൈക്ക് ഞാൻ ചെയ്യുന്നൊരു കാര്യം കുക്ക് ചെയ്യാന്നുള്ളതാണ്. കുക്ക് ചെയ്യുമ്പോൾ എന്തോ ഞാൻ റിലാക്സ്ഡ് ആകും. ബുക്സ് ഒന്നും എനിക്ക് കോൺസെൻട്രേഷനോടെ വായിക്കാൻ പറ്റില്ല, പാട്ടുകളും എനിക്ക് കോൺസെൻട്രേഷനോടെ കാണാൻ പറ്റില്ല. പക്ഷെ എനിക്കൊരു ബാഡ് ഹാബിറ്റ് ഉണ്ട്, ടെൻഷൻ വരുമ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാനത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു, അങ്ങനത്തെ പരിപാടി. അങ്ങനെ ഒരു പ്രശ്നം, കാരണം അത് എന്റെ ഫിസിക്കൽ ഹെൽത്തിനെയും കൂടെ ബാധിക്കുന്നു. അതെന്തെങ്കിലും ഈ ഇതൊക്കെ ആയിരിക്കും, വറുത്തതൊക്കെ ആയിരിക്കും, അങ്ങനെയാ ടെൻഷൻ കേറിയാല് അൽഫാം, മന്തി അങ്ങനത്തെ ഐറ്റംസ് ഒരു ക്രൈസ് കറക്റ്റ് ടൈമില് നന്നായിട്ട് കഴിക്കും. അപ്പൊ അങ്ങനെയാണ് ഓരോരുത്തരിലും അല്ലേ. നമുക്ക് ഒരാളെ ഒന്നും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, ഇതെന്താ ഇങ്ങനെ എല്ലാവർക്കും സംഭവിക്കും, അങ്ങനെ ഒരിക്കലും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്റെ പ്രശ്നം എന്റെയാണ്, വേറൊരാളുടെ പ്രശ്നം വേറൊരാളുടെ. എന്റെ പേടി എന്റെയാണ്, വേറൊരാൾക്ക്. ഇപ്പം ഹസ്ബൻഡിന് നിലാവ് പേടിയാന്ന് പറഞ്ഞു കേട്ടോ. ആദ്യമൊക്കെ ഞാനത് കേട്ടപ്പോ എനിക്ക് ചിരി വരുമായിരുന്നു. നിലാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ആംബിയൻസ് എന്നുള്ള രീതിയിലല്ലേ നിലവിനെ കാണുന്നത്. ചെറുപ്പം മുതലേ ഉള്ള പേടിയാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത് ചിലപ്പോ അത് ആൾക്കതൊരു പേടിയാ, വേറൊരാൾ അതുകൊണ്ട് കവിത എഴുതും, കഥ എഴുതും ഒക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ നിലാവ് വളരെ പേടിയാ, ഇപ്പോഴും പേടിയാന്ന് പറയും. നിലാവ് സമയത്തായിരിക്കും ഈ നിഴലുകൾ കൂടുതൽ തോന്നുന്നു അല്ലെ. ചിലപ്പോ അതായിരിക്കും പേടി. ഞാൻ പിന്നെ കൂടുതൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെയും പേടി ഓരോന്നാണ്. ഒരാൾക്ക് ഇഷ്ടമുള്ളതായിരിക്കും ഒരാൾക്ക് പേടി, ഒരാൾക്ക് അത് ഭയങ്കര വലിയ താല്പര്യമുള്ള കാര്യമായിരിക്കും വേറൊരാൾക്ക് പേടി. ചിലർക്ക് ഇങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളും ട്രെക്കിങ്ങും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അവരെ സംബന്ധിച്ച് അവരുടെ പീക്ക് എൻജോയ്മെന്റ് ആയിരിക്കും അത്. ചിലർക്ക് അത് ഭയങ്കര പേടിയാ, വെള്ളത്തിൽ ഇറങ്ങുക, ബീച്ചിലെ വെള്ളത്തിൽ ഇറങ്ങുക, ചിലർക്ക് അത് പേടിയാ. എന്റെ ചേച്ചിക്ക് ഒരു മോളും ഒരു മോനും ഉള്ളത്. അവളാണ് ഞങ്ങളുടെ ഇതില് ഏറ്റവും മൂത്ത കുട്ടി. ചേച്ചിയുടെ മോനും എന്റെ മോളും ഒരേ പ്രായ. ചേച്ചിയുടെ മോളും എന്റെ മോളും ഈ റൈഡിലൊക്കെ കയറില്ലേ, നമുക്ക് എന്താണൊക്കെ റൈഡൊക്കെ ഇല്ലേ നമ്മളിങ്ങനെ പോകും, ഈ ഫാന്റസി പാർക്കിലും വണ്ടർലയിലൊക്കെ ഉള്ളത്, അത് തലകുത്തി മറിഞ്ഞു പോകുന്നൊക്കെ റൈഡൊക്കെ ഇട്ടുണ്ട്. ഇവര് 2-3 പ്രാവശ്യം അങ്ങനത്തെ റൈഡുകളിൽ കയറും. പക്ഷെ ചേച്ചിയുടെ മോനും എന്റെ മോനും അതിൽ നിന്ന് മാറി നിൽക്കും, അവർക്ക് പേടിയാ. അതാണ് നമുക്ക് ബാക്കിയുള്ളവരെ കളിയാക്കുമ്പോൾ ഞാൻ കളിയാക്കില്ല, കാരണം എനിക്ക് ഈ സംഭവം അറിയാലോ. സംഭവം അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇവരുടെ കൂടെ തന്നെ നിൽക്കും, ഈ ബോയ്സിന്റെ കൂടെ നിൽക്കും. കാരണം അത് ഓരോരുത്തരുടെ പേടി ഓരോന്നാണ്. റൈഡൊക്കെ ഭയങ്കര പേടിയാ ഹസ്ബൻഡിനും. അതുപോലെ ബോട്ട് പേടിയാ, ഞങ്ങളിതിലൊന്നും കേറ്റൂല്ലാനും. ആണോ? ഇവര് അതാണ്. അപ്പൊ ഓരോരുത്തരുടെ പേടി എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേടിയാവില്ല മറ്റൊരാളുടെ പേടി. എങ്ങനെ നമ്മൾ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്നു അതാണ്. റിലേറ്റ് ടു അതേഴ്സ്, മേക്ക് ഹെൽത്തി. അതാണ് നമ്മളെ മെന്റലി ഹെൽത്തി ആക്കുന്നത്.
നമ്മളുടെ ഓരോ സ്റ്റേജിലും, ലൈഫിന്റെ ഓരോ സ്റ്റേജിലും മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ജനിച്ച കുട്ടി തുടങ്ങിയിട്ട് വയസ്സായി ലൈഫ് ഓൾമോസ്റ്റ് കഴിയാറായ ലൈഫ് ഫുൾഫിൽ ആകാൻ പോകുന്ന ഒരു വ്യക്തി വരെയും മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ചൈൽഡ്ഹുഡ് ആണെങ്കിലും അഡോളസൻസ് ആണെങ്കിലും അഡൾട്ട്ഹുഡ് ആണെങ്കിലും. ഇപ്പൊ ചെറുപ്പത്തിൽ കുഴപ്പമൊന്നുമില്ല, വലുതാവുമ്പോൾ മെന്റൽ ഹെൽത്ത് നോക്കിയാൽ മതി, അങ്ങനെയല്ല. ചെറുപ്പം തുടങ്ങിയിട്ട്, കാരണം കുഞ്ഞുങ്ങളുടെ ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന ട്രോമയാണ് അവർ വലുതാവുമ്പോൾ അവരെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നതും അവർക്ക് പല സൈക്കോട്ടിക് ഡിസോർഡറും ഉണ്ടാകാൻ കാരണം. പിന്നെ ബോഡിയും മൈൻഡും സെപ്പറേറ്റ് അല്ല, വൺ ആണ്. ഇറ്റ്സ് ഒരു യൂണിറ്റ് ആണ്, ഒരു സെപ്പറേറ്റ് യൂണിറ്റ് അല്ല ബോഡി ആൻഡ് മൈൻഡ് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, ഡിപ്രഷൻ വന്നിട്ടുള്ള ഒരാൾക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും, ഹെഡേക്ക് ആയിരിക്കും മെയിൻലി ഉണ്ടാകുന്നത്. ഭയങ്കര ടെൻഷൻ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഹെഡേക്ക് വരും, തൊണ്ടയൊക്കെ വരണ്ട് വരും അല്ലെ. ചിലപ്പോൾ സ്വെറ്റ് ചെയ്യും, നമുക്ക് ഫിയർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യും, വേർക്കും, ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ടാകും. അപ്പോൾ നമ്മളുടെ മനസ്സിനുണ്ടാകുന്ന ഒരു അസ്വസ്ഥത കാരണം അത് നമ്മളുടെ ബോഡിയിലേക്ക് റിഫ്ലക്ട് ചെയ്യുവാണല്ലേ. അതുകൊണ്ട് ബോഡി ആൻഡ് മൈൻഡ് ഒറ്റ യൂണിറ്റ് ആണ്, സെപ്പറേറ്റ് അല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. ഹെൽത്തി മൈൻഡ് ഇൻ ഹെൽത്തി ബോഡി. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിലേ ആരോഗ്യമുള്ള ശരീരം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ കെമിക്കൽ ആക്ഷൻസ്, മെറ്റബോളിസം എല്ലാം തകരാറിലാവും. നമ്മൾ ടെൻസ്ഡ് ആണെങ്കിൽ ഹെഡേക്ക് വരാം. നമ്മൾ കണ്ടിട്ടില്ലേ, കുട്ടികള് എക്സാമിന് പോകുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും, ടോയ്ലറ്റിൽ ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടേയിരിക്കും, ലൂസ് മോഷൻ. ചിലപ്പോൾ എന്തെങ്കിലും ഒരു പേടി ഉണ്ടാവും സ്കൂളിൽ പോകുന്ന ടൈം ആകുമ്പോഴേക്കും വൊമിറ്റ്. അപ്പോൾ മെന്റൽ ആക്ഷന്റെ റിഫ്ലക്ഷൻസ് ആയിട്ട് വന്നു ഫിസിക്കൽ ആക്ഷൻസ് അല്ലെ. രണ്ടും ഒന്ന് തന്നെയാണ്. ഞാനൊരു ഡോഗിന്റെ കഥ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഒരു മ്യൂസിയത്തിൽ കയറുന്നത് അല്ലെ, ആ മ്യൂസിയത്തിലെ മിറർ റൂമിൽ കയറി ഡോഗ് പാനിക് ആവുന്നതും ബാർക്ക് ചെയ്യുമ്പോൾ വേറൊരു ഡോഗാണെന്ന് വിചാരിക്കുന്നു, എക്കോയാണ് കേൾക്കുന്നത്. ഇത് ബാർക്ക് ചെയ്ത് അല്പസമയം കഴിയുമ്പോഴല്ലേ എക്കോ വരുന്നത്. അപ്പൊ പിറ്റേ ദിവസം സെക്യൂരിറ്റി നോക്കുമ്പോ ആ ഡോഗ് അവിടെ ചത്ത് കിടക്കുന്നു. അപ്പൊ പേടിച്ച് ആ രാത്രി മുഴുവനും ഒപ്പണന്റ് ആയിട്ടുള്ള ഡോഗിനെതിരെ ബാർക്ക് ചെയ്തു. അതിന്റെ ഇരട്ടി ശബ്ദത്തിൽ തിരിച്ചു കേൾക്കാൻ തുടങ്ങി. പേടിച്ച് അവിടെ ചത്ത് വീഴാണ്. അപ്പൊ നമ്മളുടെ പ്രശ്നങ്ങൾക്ക് കാരണം നമ്മളുടെ തന്നെ മെന്റൽ ആക്ഷൻസിന്റെ റിഫ്ലക്ഷൻ ആണ്. ഓക്കെ. പിന്നെ ഉറക്കക്കുറവ് വരാം, റെസ്റ്റ്ലെസ്നെസ്. ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ചുമ്മാ അതും ഇതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങോട്ട് കോൺസെൻട്രേഷൻ കുറയും. ഡിസോറിയന്റഡ് ആയിട്ട് സ്ഥലകാലബോധം നഷ്ടപ്പെട്ട പോലെ നടക്കുക എന്നൊക്കെ പറയുന്നേ, ആ ഒരു രീതിയിലേക്ക് പോകും. ഓക്കെ. ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ അതായിരുന്നു പറഞ്ഞത്. അപ്പൊ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്, ആൻഡ് ഇറ്റ് അഫക്ട്സ് ഹൗ വി തിങ്ക്, ഹൗ വി ഫീൽ ആൻഡ് ഹൗ വി ആക്ട്. ഡെഫിനറ്റ്ലി അവർ ആക്ഷൻസ്. നമ്മളിത് ഹെൽപ്പ് ചെയ്യുന്നത് ടു ഹാൻഡിൽ സ്ട്രെസ്. നല്ലപോലെ മാനസിക ആരോഗ്യമുള്ള ഒരാൾക്ക് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അയാൾക്ക് സ്വയം ഹാൻഡിൽ ചെയ്യാന്നുള്ളതല്ല, മറ്റുള്ളവരെ ആ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനെയാണ് പറയുന്നത് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. ഞാൻ ഈ യൂണിറ്റ് തീരുമ്പോൾ ആ ടോപ്പിക് നിങ്ങൾക്ക് എക്സ്ട്രാ എടുക്കാം. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് നമ്മുടെ സിലബസിലൊന്നുമില്ല, പക്ഷേ നമുക്കത് അറിയണം, എങ്ങനെ അത് പ്രൊവൈഡ് ചെയ്യണം, എങ്ങനെയുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യണത്. കാരണം കുഞ്ഞു മക്കളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം മോളിരുന്ന് പറയുമായിരുന്നു എന്നോട്, +2 കഴിഞ്ഞു കേട്ടോ, വലിയ ആളുകളെക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ചെറിയ കുട്ടികൾക്കാണ്. അവള് പറഞ്ഞാൽ ശരി തന്നെയാണ്. നമുക്ക് കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് നമ്മൾ ടെൻസ്ഡ് ആവും. ഇത്രയും പ്രശ്നങ്ങളിലൂടെയാണോ കുട്ടി പോകുന്നത്? ആ ഒരു രീതിയിൽ വല്ലാത്തൊരു ടെൻഷൻ നമുക്ക് ഫീൽ ചെയ്യും. നമ്മളുടെ ഒരു സർവേക്കൊരു ട്രെയിനിൽ പോയ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നോ? അതിന്റെ ഒരു നല്ലൊരു റിസൾട്ട് കിട്ടിയത് സർവേ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? സർവേ ഉണ്ട്. സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റിനെയർ ഞാൻ പ്രൊവൈഡ് ചെയ്യും. ഒരു 36 ക്വസ്റ്റിനെയർ ഉണ്ട്. സർവേയുടെ ടോപ്പിക് ഇതാണ്: വെദർ ദ ചൈൽഡ് കെയർ ഇൻ ഹോം ആൻഡ് സ്കൂൾ ഈസ് സയന്റിഫിക്. വീടുകളിലും സ്കൂളുകളിലെയും ചൈൽഡ് കെയർ സയന്റിഫിക് ആണോ എന്നുള്ളതാണ്. നമുക്ക് ഈ സ്കൂൾ ഏജിലുള്ള കുട്ടികളുടെ പാരന്റ്സിനെ കാണുക എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ അഡോളസൻസ് ഗ്രൂപ്പും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം.
മിനിമം 5 പാരന്റ്സിനെയാണ് കാണേണ്ടത്. മാക്സിമം എത്ര വേണമെങ്കിലും ആ സർവേ അല്ലേ, കൂടുതൽ പാരന്റ്സിനെ കാണുമ്പോൾ നമ്മുടെ ഡാറ്റ കളക്ഷൻ അതുപോലെ നല്ല റിസൾട്ട് ഉള്ളതായിരിക്കും. അപ്പൊ ഈ സർവേയിലെ ക്വസ്റ്റ്യൻസ് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ കുട്ടിയെ പണിഷ് ചെയ്യൂ, കുട്ടിയെ ബീറ്റ് ചെയ്യൂ, കുട്ടിക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാറുണ്ടോ, കുട്ടിക്ക് വാക്സിനേഷൻ എടുക്കാറുണ്ടോ, കുട്ടിയുടെ കൂടെ കളിക്കാറുണ്ടോ, കുട്ടിയുടെ കൂടെ TV കാണാറുണ്ടോ, കുട്ടി ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യൂ, കുട്ടിക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഉണ്ടോ, നിങ്ങളുടെ മൊബൈല് പഠിക്കാനുള്ള ആവശ്യത്തിനല്ലാതെ വേറെയും പല ആവശ്യങ്ങൾക്ക് കൊടുക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ഒരു ട്രെയിനിങ് ഫസ്റ്റ് ബാച്ചിലെയാണ് സർവേ ആയിട്ട് ഒരു വീട്ടിൽ ചെന്നു. അവിടെ അമ്മ മാത്രമേ ഉള്ളൂ, കുട്ടിയുടെ അമ്മ മാത്രമേ ഉള്ളൂ. കുട്ടി 12 ഇയേഴ്സ് 13 ഇയേഴ്സ് ആ ഒരു പെൺകുട്ടിയാണ് സ്കൂളിൽ പോയിരിക്കുക. ഒരാളെ കിട്ടാനിരിക്കുമായിരുന്നു തോന്നുന്നു ആ ലേഡിക്ക് ഒന്ന് ഓപ്പൺ അപ്പ് ആവാൻ. അവര് ഭയങ്കര ടെൻഷനില് ഇവരോട് പറഞ്ഞ കാര്യം കേട്ടാൽ നമ്മൾക്ക് തന്നെ പേടി തോന്നും. ആ വീട്ടിലെ ഒരു വ്യക്തി ആരാന്ന് അവര് പറഞ്ഞില്ല എന്നാ പറഞ്ഞത്, ഈ പെൺകുട്ടിയെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്നു. ആ വ്യക്തി ഒരു പവറുള്ള ആളായിരിക്കും, ഇവർക്ക് വലിയ വോയിസ് ഇല്ലാത്ത ആളായിരിക്കാം. ഞാൻ മനസ്സിലാക്കി അങ്ങനെയാണ്. ഇവർക്ക് അതിനെ എതിർക്കാൻ പറ്റുന്നില്ല, ഈ കുട്ടിയെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം അവളുടെ പ്രായം അതായിരുന്നല്ലോ, 12-13. അവൾക്ക് ഇമോഷൻസ് പലതും വരുന്നത്, ഫീലിങ്സ് പലതും വരുന്ന ഒരു പ്രായമായിരുന്നു. അത് ട്രിഗറായി. കഴിഞ്ഞപ്പോഴേക്കും ഇവള് പിന്നെ ഓപ്പോസിറ്റ് സെക്സിന്റെ അടുത്ത് ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യാൻ തുടങ്ങി. അവരുമായിട്ട് ഭയങ്കര ഒരു ലിമിറ്റിൽ കടന്നുള്ള ഒരു കണക്ഷനായി. അത് ഈ ബോയ്സ് മിസ്യൂസ് ചെയ്തു. അവരെന്ത് ചെയ്തു, ആവശ്യമില്ലാത്ത ബുക്സ്, വീഡിയോസ് എല്ലാം ഇവൾക്ക് കൊടുക്കാൻ തുടങ്ങി. അവർക്കതൊരു രസം, അവർ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി കുട്ടിയെ. അപ്പൊ ഈ അമ്മ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കുട്ടി അങ്ങനെ വീഡിയോ കാണുമ്പോഴും ആ ബുക്ക് വായിക്കുമ്പോഴും അമ്മ ഈ കുട്ടിയെ വല്ലാതെ പണിഷ് ചെയ്യും, തല്ലും, വഴക്ക് പറയും, തല്ലും. പക്ഷെ അവളതൊന്നും കൂസറില്ല, വീണ്ടും ഇത് തന്നെ തുടങ്ങും. നമ്മുടെ ട്രെയിനിങ് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവരോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് കുട്ടിയെ ഒരു കൗൺസിലറെയോ എവിടെയെങ്കിലും കൊണ്ടുപോകണം. എന്നിട്ട് ഇതിന് പരിചയമുള്ള, പേഴ്സണാലിറ്റി അറിയാവുന്ന ഒരു കൗൺസിലറുടെ നമ്പർ കൊടുത്തു. അങ്ങനെ ഈ അമ്മ കുട്ടിയെയും കൊണ്ട് അവിടെ പോയി. എനിക്ക് തോന്നുന്നു ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഒരു 4 സെഷൻസ് കഴിഞ്ഞിട്ടുണ്ടാവും. നല്ല മാറ്റങ്ങൾ ആ പെൺകുട്ടിക്ക് വന്നു. കാരണം വളരെ നിഷ്കളങ്കമായ ഒരു കുട്ടിയായിരുന്നു. അവൾക്ക് ഇങ്ങനെ ഒരു അബ്യൂസ് നേരിട്ടപ്പം അത് അവളുടെ മെന്റലി ഫിസിക്കലി എല്ലാം അവൾക്ക് ചേഞ്ചസ് ഉണ്ടായി. കാരണം ബോഡിയിലെ കെമിക്കൽ ആക്ഷൻസ് മാറുവാണല്ലോ, ട്രിഗർ ചെയ്യുവാണ്, ആ ഒരു ഫീലിങ്സിനെ ട്രിഗർ ചെയ്തു. അങ്ങനെയാണ് അവള് ബോയ്സുമായിട്ട് ശരിയല്ലാത്ത രീതിയിൽ ഇടപഴകാൻ തുടങ്ങിയത്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ സംസാരിക്കുമ്പോൾ കുട്ടി തിരിച്ച് അവളുടെ ലൈഫിലേക്ക് വരുന്നു. എല്ലാം അതിൽ നിന്ന് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. ഈ പാരന്റ്സ് ചെയ്യുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇങ്ങനെ ഇതല്ലെങ്കിലും വേറെ എന്ത് കാര്യമാണെങ്കിലും ഒരു സിറ്റിങ്ങിനൊക്കെ പോയി കഴിയുമ്പോൾ ഒരു 1-2 കഴിയുമ്പോൾ ഇവരതങ്ങ് സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ തെറാപ്പി കൊടുക്കുന്ന ആൾക്കറിയാം അതുകൊണ്ട് തീരില്ല എന്ന്. ചിലപ്പോൾ കുറേ സിറ്റിങ്സ് വേണ്ടി വരും. ആ ഒരു ചിലപ്പോ മാസത്തിൽ 2 പ്രാവശ്യം എന്നുള്ളത് ഒരു 4 സിറ്റിംഗ് കഴിയുമ്പോഴേക്കും മാസത്തിൽ 1 ആക്കും. പിന്നെ അത് അങ്ങനെ കുറഞ്ഞ് അങ്ങനെ ഗ്രാജുവലി ആണ് ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത്. പക്ഷെ എല്ലാരും കാണിക്കുന്ന ഒരു അബദ്ധം, ഇവര് പകുതിക്ക് വെച്ച് നിർത്തും, വീണ്ടും വേസ്റ്റ് ആവും. അപ്പൊ നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇതാണ് അപ്പൊ നമ്മള് കുട്ടികളെ സംസാരിക്കുമ്പോൾ അറിയാം ഇവര് കടന്നു പോകുന്ന പല പ്രശ്നങ്ങളിലൂടെ. അതുകൊണ്ടാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധം. എല്ലാ ബാച്ചിലും ഞാൻ അത് എടുക്കുന്നുണ്ട്. അത് ഏതോ ഒരു സൈക്കോളജി ഡിഗ്രി കോഴ്സിന്റെ ഒരു PDF അവൈലബിൾ ആണ്. 28 പേജസ് എന്തോ ഉണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം. അപ്പൊ ഞാൻ എടുത്ത ക്ലാസ്സുകൾക്കൊക്കെ ഞാൻ അന്ന് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇട്ടിരുന്നു. ബട്ട് ഞാൻ വിചാരിച്ചു അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇടേണ്ട ഒരു ആവശ്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നോക്കാം നമുക്ക്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക്കാണ്. നമ്മുടെ ബോഡിയിൽ ഒരു മുറിവ് വന്നു കഴിഞ്ഞാല് നമ്മളത് മരുന്ന് വെച്ച് ഉണക്കും. ഭയങ്കര കെയർ ആണല്ലേ. അവിടെ ഒരു സ്കാറായി ഉണങ്ങിക്കഴിഞ്ഞപ്പോ ഒരു പാട് വന്നു. നമ്മുടെ ബ്യൂട്ടി അതിനെ ബാധിക്കുന്ന ഒരു കാര്യം. സോ ആ പാട് മാറാനായിട്ട് എന്താ അതിനകത്ത് ചെയ്യാൻ പറ്റുക? നമ്മൾ അതും അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതും ചെയ്ത് ആ പാട് നമ്മൾ മാറ്റും. അത്ര നമ്മൾ കെയർ എടുക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു മുറിവിന്, അല്ലെ? പക്ഷെ മനസ്സിനൊരു സ്കാർ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാല് ഇതാര് കൊടുക്കും അതിനുള്ള ഫസ്റ്റ് എയ്ഡ്? നമ്മൾ അതിനെ ഏബിൾ ആവണം. നമ്മൾക്കും കൊടുക്കാൻ പറ്റണം,
നമ്മുടെ ചുറ്റുമുള്ളവർക്കും കൊടുക്കാൻ പറ്റണം. അപ്പൊ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ആവശ്യമുള്ളവരെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? എല്ലാരും പ്രശ്നങ്ങൾ ഓപ്പൺ അപ്പ് ആവില്ലല്ലോ. ഇപ്പൊ നമ്മുടെ ട്രെയിനി അവിടെ സർവേയുടെ ഭാഗമായിട്ട് ചെന്നപ്പോഴേക്കും ഇവർക്ക് അതിങ്ങനെ ഉള്ളില് നിറഞ്ഞു നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വെന്റിലേറ്റ് ആവണം എന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോഴാണ് അവരത് ഓപ്പൺ അപ്പ് ആയത്. അതുപോലെ ചിലര് ഓപ്പൺ അപ്പ് ആവും, ചിലര് ഓപ്പൺ അപ്പ് ആവില്ല. നമുക്ക് അവരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ മുഖത്തോ അവരുടെ കയ്യിലോ ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോൺ വെർബൽ ക്യൂസ്, അതായത് അവരുടെ കണ്ണ് ചിലപ്പോ അങ്ങനെ ചിമ്മുണ്ടാവും, ചിലപ്പോ നിറഞ്ഞു വരും, മൂക്കിന്റെ ഈ ഒരു ടിപ്പ് നോസ് ആ ഭാഗം ചിലപ്പോ ഇങ്ങനെ ചുമക്കും, അതിങ്ങനെ വിറയ്ക്കും, ചുണ്ട് വിറയ്ക്കും, ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ ഈ ഗൾപ്പ് ചെയ്യും, അതായത് ഇങ്ങനെ ഇറക്കില്ലേ ഒരു, പിന്നെ ദീർഘനിശ്വാസം, അങ്ങനെ ഒരു വല്ലാത്തൊരു ബ്രീത്ത് അവരെടുക്കും, കൈകൾ ഇങ്ങനെ തമ്മിലിങ്ങനെ തിരുമിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവരുടെ നോൺ വെർബൽ ക്യൂസ് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തോ ഒരു പ്രശ്നത്തിലാണെന്ന്. ഇപ്പോ ചിലപ്പോ നമ്മളുടെ ഒരു ഫ്രണ്ട് നമ്മളെ ഫോൺ ചെയ്യുമ്പോൾ നമ്മുടെ ശബ്ദത്തില് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അവർ ചോദിക്കില്ലേ, എന്ത് പറ്റി, നിനക്ക് സുഖമില്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതാണ് അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് പലരും. അപ്പൊ നമ്മൾക്കെല്ലാം അതറിയാം. സോ ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എങ്ങനെ ആർക്ക് എങ്ങനെ കൊടുക്കണം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ വരുന്ന കുഞ്ഞുങ്ങള്, അവരുടെ പാരന്റ്സ്, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ കൂടെയുള്ള കൊളീഗ്സ്, നമ്മുടെ ഫാമിലിയിലുള്ളവര്, നമ്മുടെ സറൗണ്ടിങ്സിലുള്ളവര്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ റിലേറ്റീവ്സ്, അങ്ങനെ ആരുടെ കാര്യത്തിലും നമുക്ക് യാതൊരു വിഷമം ഉണ്ടാവില്ല. നമുക്ക് മനസ്സിലാവും, നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഒരു പ്രശ്നം വരുമ്പോഴും നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നമ്മള് ദ കൺസെപ്റ്റ് ഓഫ് മെന്റൽ ഹൈജീൻ അതാണ് ഫസ്റ്റ്. അതിൽ ഫസ്റ്റ് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം, മെന്റൽ ഹെൽത്ത് ഈസ് എ സയൻസ് അല്ല, മെന്റൽ ഹൈജീൻ ഈസ് എ സയൻസ്. ടോപ്പിക് അതാണല്ലോ, മെന്റൽ കൺസെപ്റ്റ് ഓഫ് മെന്റൽ ഹൈജീൻ തന്നെ, മെന്റൽ ഹൈജീൻ ഈസ് എ സയൻസ് എന്നുള്ള രീതിയിൽ അത് കറക്റ്റ് ചെയ്യണം. മെന്റൽ ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റൽ ഹെൽത്ത് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു മെയിൻ കാര്യം. അതായത് നമ്മൾ പറഞ്ഞു നമ്മളുടെ ഗോൾ എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് ആണ്, അതിന്റെ റൂട്ട്, മാർഗം, മീൻസ്, ലക്ഷ്യം മെന്റൽ ഹെൽത്ത് ആണ്, മാർഗം മെന്റൽ ഹൈജീൻ തന്നെയാണ്. മെന്റൽ ഇൽനെസ്സിനെ എല്ലാം അവോയ്ഡ് ചെയ്ത് ഒഴിവാക്കി അതിനെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ മെന്റൽ ഹെൽത്ത് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു പ്രോസസ്സ് ഡീല് ചെയ്യുക എന്നുള്ളതാണ് മെന്റൽ ഹൈജീൻ. ഇറ്റ്സ് എ സയൻസ്, അതൊരു സയൻസ് ആണ്. മെന്റൽ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് അല്ല മെന്റൽ ഇൽനെസ് എന്നാക്കണേ, മെന്റൽ ഇൽനെസ് ട്രീറ്റ് ചെയ്യുക, അതാണ് മെന്റൽ ഹൈജീന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മെന്റൽ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുക, അതിനെ ഡെവലപ്പ് ചെയ്യുക, മെന്റൽ ഇൽനെസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതെ നോക്കുക, അതിനെ ട്രീറ്റ് ചെയ്യുക, ഇതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. അങ്ങനെ നമുക്കൊരു നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഡെവലപ്മെന്റ് അത് നല്ല വെല്ലായിട്ട് പോവാ, നല്ല രീതിയിൽ. അപ്പൊ ശരിക്കും നമ്മൾക്ക് ഉണ്ടാകുന്ന പല സിറ്റുവേഷനുമായിട്ട് അഡ്ജസ്റ്റഡ് ആയി ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് ലൈഫിനെ കൊണ്ടുപോകാൻ പറ്റുന്നത് തന്നെയാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. നല്ല മെന്റൽ ഹെൽത്ത് ഉള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ വരുന്ന അപ്പ് ആൻഡ് ഡൗൺസ് എല്ലാമായിട്ടും അഡ്ജസ്റ്റഡ് ആകുന്നു, അതിനെ മാനേജ് ചെയ്യുന്നു, അതിനെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റും, അതിന്റെ ആ ഒരു വെൽ ബാലൻസ്ഡ് ഡെവലപ്മെന്റ്, ഒരാളുടെ പേഴ്സണാലിറ്റിയുടെ വെൽ ബാലൻസ്ഡ് ഡെവലപ്മെന്റ് തന്നെയാണ് ഒരു മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും അപ്പ് ആൻഡ് ഡൗൺസ് ലൈഫിലുണ്ട്, എല്ലാ ദിവസവും ഹാപ്പി ആയിട്ടിരിക്കാൻ അപ്പ് ആൻഡ് ഡൗൺസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു എക്സാമിന് വേണ്ടി വളരെയധികം പ്രിപ്പയർ ചെയ്തു, പക്ഷെ പേപ്പർ ആൻസർ ചെയ്തപ്പോഴേക്കും ഭയങ്കര ടഫായിരുന്നു, ഭയങ്കര വിഷമായി. ദാറ്റ് ഇസ് ട്രൂ, നമുക്ക് ആ വിഷമം മേ ബി 2-3 ദിവസം കുറച്ച് അപ്പൊ അതിനെ പറ്റി ആലോചിക്കുമ്പോ ഒക്കെ നമുക്ക് വിഷമം. പക്ഷെ നമ്മൾ അതെങ്ങനെയോ മാനേജ് ചെയ്തു, അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു, അഡ്ജസ്റ്റ് ചെയ്തു. അത് തന്നെ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ എന്നെ തന്നെ അത് ബാധിക്കുള്ളൂ, ഞാൻ വെറുതെ അതിനെപ്പറ്റി ഓർത്ത് ബോധർ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ അഫക്ട് മീ, മൈ ലവ്ഡ് വൺസ്, മൈ സെൽഫ്, മൈ ലൈഫ് എന്നൊരു ഫീൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും അതിനെ മാനേജ് ചെയ്ത് ഓവർകം ചെയ്യും. ആ ഒരു വെൽ ബാലൻസ്ഡ് ഡെവലപ്മെന്റ് ഓഫ് വൺസ് പേഴ്സണാലിറ്റിയാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈല് തന്നെയാണ്, ഇറ്റ്സ് എ മാനർ ഓഫ് ലൈഫ്.
ആ ഇൻഡിവിജ്വലിന്റെ അഡ്ജസ്റ്റ്മെന്റ്, ആ അറ്റ്മോസ്ഫിയറുമായിട്ട്, സറൗണ്ടിങ്സുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇൻടാക്ട് എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻഡ് ഇൻടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് എന്നുള്ള മീനിങ് ആണ്. ആ സറൗണ്ടിങ്സുമായിട്ട് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഫുൾ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് മെന്റൽ ഹൈജീൻ. പറ്റുന്ന ലൈഫ് സ്റ്റൈലിനെയാണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. ഇപ്പൊ 2 സൈക്കോ അനാലിസ്റ്റുകളുടെ കാര്യമാണ് പറഞ്ഞത്, ക്രൂ ആൻഡ് ക്രൂ. അവരൊരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട് മെന്റൽ ഹൈജീന്. ലെസ്റ്റർ ഡി ക്രൂ ആൻഡ് ആലിസ് വി ക്രൂ, അതാണ് ഇവർ രണ്ടുപേരും. ഓതേഴ്സ് ആണ്. ഇവര് സൈക്കോളജിയിൽ കുറെ ബുക്സും ഒക്കെ എഴുതിയിട്ടുണ്ട്. സൈക്കോളജിയിലും എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലും ഒക്കെ കുറെ ബുക്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അവര് പറയണ അവരുടെ ഒരു അക്കോർഡിംഗ് ടു ദം ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഇറ്റ്സ് എ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ഹ്യൂമൻ വെൽഫെയർ, ആളുകളുടെ സുഖം, സന്തോഷം, സമാധാനം. വെൽഫെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ വെൽഫെയർ ആൻഡ് പെർവേർഡ്സ്. പെർവേർഡ്സ് എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ചെയ്യുന്നു ഓൾ ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. എല്ലാ മാനുഷിക ബന്ധങ്ങളിലേക്കും എല്ലാ ഹ്യൂമൻ റിലേഷൻസിലേക്കും ഇത് സ്പ്രെഡ് ചെയ്തിരിക്കും. ഹ്യൂമൻ വെൽഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മാത്രമല്ല, എല്ലാം നമ്മൾക്ക് ആരോടൊക്കെ നമ്മൾ കണക്റ്റഡ് ആണോ അവരുടെ എല്ലാം ഒരു വെൽഫെയർ. അതാണ് മെന്റൽ ഹൈജീൻ എന്നുള്ളതുകൊണ്ട് അതൊരു സയൻസ് ആണ് ദാറ്റ് ഡീൽസ് വിത്ത് ദി ഹ്യൂമൻ വെൽഫെയർ ഇൻ ഓൾ ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ഓക്കെ, അതായിരുന്നു ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ പറഞ്ഞത്. ഓക്കെ അല്ലേ? ആ ഒരു ഇത്രയും കാര്യങ്ങളും ഓക്കെ അല്ലേ നിങ്ങൾക്ക്? നെക്സ്റ്റ്, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെന്റൽ ഹൈജീൻ. ഓക്കെ, സ്ക്രോൾ ചെയ്യാം. ആരാ ഒന്ന് റീഡ് ചെയ്യാം. എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെന്റൽ ഹൈജീൻ മാത്രം 3 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെന്റൽ ഹൈജീൻ. ഞാൻ വായിക്കണം. ഓക്കെ, ആദ്യം പറഞ്ഞ വായിക്കാനായിരുന്നോ? വായിച്ചോട്ടെ. നീഡ് ഫോർ മെന്റൽ ഹൈജീൻ. എന്തായിരുന്നു പേര്? അഷ്റഫ് അച്ചു? ഫാത്തിമ മാം. ഫാത്തിമ. ഓക്കെ. ഫാത്തിമ, നീഡ് ഫോർ മെന്റൽ ഹൈജീൻ ഇൻ സ്കൂൾസ് വായിക്കാം. ജനുഷ എന്നല്ലേ പറഞ്ഞേ? ജെറുഷ. ഓക്കെ, ജെറുഷ എയിംസ് ആൻഡ് ഒബ്ജക്റ്റ്. എനിക്ക് കാണുന്നില്ല സ്ക്രീനില്. 3 ഇതിങ്ങനെ പ്രസന്റ് ചെയ്തതുകൊണ്ടേ കുറച്ചു പേരെ കാണുന്നു, ഒരാളെ കാണുന്നുള്ളൂ. ഓക്കെ ജെറുഷ, പ്ലീസ് റീഡ്. Okay, miss. Aims and objectives of mental hygiene. The major objects of mental hygiene are: first point, prevention of mental disorders through an understanding of the relationship that exists between healthy personality development and life experiences. Second, care of the mental health of the individual and of the group. Third, the discovery and application of medicinal measures to cure mental ailment. സോ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെന്റൽ ഹൈജീൻ. അപ്പൊ നമുക്ക് ഗ്രോ ആൻഡ് ഗ്രോ ഓൾറെഡി മെന്റൽ ഹൈജീൻ ഒരു ഡെഫിനിഷൻ തന്നു അല്ലെ? അത് ഒരു സയൻസ് ആണ്. ഡീൽസ് വിത്ത് ഹ്യൂമൻ വെൽഫെയർ വിച്ച് കണക്ട്സ് വിത്ത് ഓൾ ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു. ഇറ്റ് സ്പ്രെഡ്സ്, അത് സ്പ്രെഡ് ചെയ്തിരിക്കുന്നു ഓൾ ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. അത് ഡെഫിനിഷനാണ് മെന്റൽ ഹൈജീന്റെ. അങ്ങനെയാണെങ്കിൽ മെന്റൽ ഹെൽത്തിന് നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കുവാണെങ്കിൽ എന്തായിരിക്കും? സെയിം തന്നെ, ഡീൽസ് വിത്ത് ഹ്യൂമൻ വെൽഫെയർ, ഇറ്റ് അഡോപ്റ്റ് ഓൾ ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻസ്. എല്ലാ ഹ്യൂമൻ റിലേഷൻസിൽ നിന്നും അത് എടുക്കുന്നു. പേഴ്സുവേർഡ്സ് എന്നാണ് വേർഡ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അഡോപ്റ്റ് എന്ന്, നമ്മളത് അഡോപ്റ്റ് എടുക്കുന്നു. മറ്റേത് സ്പ്രെഡ് ചെയ്യുന്നു വെൽഫെയർ. അതായത് നമ്മൾ ആ ലക്ഷ്യം എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്തിലേക്ക് എത്തി, അതിന്റെ മാർഗം മെന്റൽ ഹൈജീൻ ആയിരുന്നു. സോ അത് എല്ലാ ഹ്യൂമൻ റിലേഷൻഷിപ്പിലേക്ക് സ്പ്രെഡ് ചെയ്തിരിക്കുന്നു. അതിന്റെ ഒരു ആ ഹ്യൂമൻ വെൽഫെയർ സ്പ്രെഡ് ചെയ്ത് വരുന്നു. അതിന്റെ ഒരു സയൻസ്, അത് ഡീൽ ചെയ്യുന്ന സയൻസ് ആണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. അതേസമയം ഹ്യൂമൻ വെൽഫെയർ എല്ലാ ഫീൽഡിൽ നിന്നുള്ള ഹ്യൂമൻ റിലേഷനിൽ നിന്ന് എടുക്കുന്നത്, അഡോപ്റ്റ് ചെയ്യുന്നതാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾക്കറിയാം നമുക്കിപ്പോ പല ആളുകളുമായിട്ട് കണക്ഷൻസ് ഉണ്ട്. നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, കസിൻസ് ഉണ്ട്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, പാരന്റ്സ് ഉണ്ട്, ഇൻലോസ് ഉണ്ട്, നമ്മുടെ കുട്ടികളുണ്ട്, നൈബേഴ്സ് ഉണ്ട്, ലൈഫ് പാർട്ട്ണറുടെ ഓഫീസിലുള്ളവര്, നമ്മൾ വർക്ക് ചെയ്യേ നമ്മളുടെ ഓഫീസിലുള്ള കൊളീഗ്സ്. ഏത് റിലേഷൻഷിപ്പ് വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് നമ്മളാണ്.
ഇഫ് വി ഫീൽ ദാറ്റ് വി ആർ നോട്ട് കംഫർട്ടബിൾ വിത്ത് സംവൺ, ആരുമായിട്ട് നമ്മൾ കംഫർട്ടബിൾ അല്ല, സോ ടോക്സിക് ആയിട്ട് ഫീൽ ചെയ്യുന്നു, അത് കട്ട് ചെയ്യാൻ വേണ്ടെന്ന് വെക്കാനുള്ള ഫുൾ ഫ്രീഡം നമുക്കുണ്ടല്ലേ. സോ നമ്മളുടെ മെന്റൽ ഹെൽത്ത് ഈസ് വി ആർ അഡോപ്റ്റിംഗ് ഫ്രം ഓൾ ഹ്യൂമൻ റിലേഷൻസ്. നമുക്ക് സമാധാനം തരുന്ന ഒരു റിലേഷൻഷിപ്പ് പോരെ, നമ്മളെ കഷ്ടത്തിലാക്കുന്ന ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നടക്കുന്നതിന് അർത്ഥമില്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇൻലോസ് ഉണ്ട്, പാരന്റ്സ് ഉണ്ട്, ലൈഫ് പാർട്ട്ണർ ഉണ്ട്, കുട്ടികളുണ്ട്, കസിൻസ് ഉണ്ട്, ഇവരൊക്കെ നമുക്ക് വേണ്ടതാണ്, നമ്മൾക്ക് ഇവരെ കളയാൻ പറ്റില്ല. സോ അങ്ങനെ വരുമ്പോ നമ്മൾക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം, നമ്മൾക്ക് അവരുടെ കാര്യത്തിൽ ഇന്റർവെയിൻ ചെയ്യാനായിട്ട് പറ്റണം. നമ്മൾ അവിടെ അവരെ കറക്റ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ എവിടെയെങ്കിലും കഴിക്കേണ്ടതുണ്ടെങ്കിൽ അവിടെ നമുക്ക് ചെയ്യാം. പക്ഷെ ഔട്ട്സൈഡ് റിലേഷൻഷിപ്സ് വെറുതെ തലയിൽ വെച്ച് ഹെഡേക്ക് ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. സോ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് മെന്റൽ ഹെൽത്ത്. ടോക്സിക് റിലേഷൻഷിപ്പ് സഹിക്കേണ്ട യാതൊരു കാര്യമില്ല. മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് വിത്ത് ഓൾ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്സ്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെന്റൽ ഹൈജീൻ ആണ്. എന്താണ് മെന്റൽ ഹൈജീന്റെ ഒരു എയിം അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ശരിക്കും പ്രിവെന്റ് ചെയ്യാം നമുക്ക് വരുന്ന മെന്റൽ ഡിസോർഡേഴ്സ്. നമ്മൾക്ക് പല ലൈഫ് എക്സ്പീരിയൻസസ് വരും. അപ്പൊ അതുപോലെ പല ആളുകളുമായിട്ടും പല രീതിയിലുള്ള റിലേഷൻഷിപ്സ് ഉണ്ട്. അപ്പൊ അതെല്ലാം ശരിയായ രീതിയിൽ മനസ്സിലാക്കുക. ആ നമ്മളുടെ എക്സ്പീരിയൻസസ്, ആ എക്സ്പീരിയൻസിലൂടെ നമുക്ക് പ്രോബ്ലം ആണെന്നുള്ളത് നമ്മൾ പ്രിവെന്റ് ചെയ്യുക തന്നെ വേണം, ഒഴിവാക്കുക തന്നെ വേണം. സോ അതാണ് പ്രിവെൻഷൻ ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ്. നമുക്ക് മനസ്സിലാക്കുക ഈ ആളുമായിട്ട് ഞാൻ കൂടുതൽ അടുക്കുന്നത് എനിക്ക് തന്നെ ദോഷം ചെയ്യും എന്ന് മനസ്സിലാക്കുക. അത് അവിടെ അപ്പൊ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇടും. ഓക്കെ, നമ്മുടെ വളരെ അടുത്തൊരു സുഹൃത്താണ്, എന്താ പറയാ, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടായി. സോർട്ട് ഔട്ട് ചെയ്യാൻ നോക്കുക, സോൾവ് ചെയ്യാനായിട്ട് നോക്കുക. പറ്റുമെങ്കിൽ നമ്മൾ തന്നെ ചെയ്യാം. മൂന്നാമത് ഒരാള് ഇടപെടിക്കാതിരിക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ അത്രയും നമുക്ക് വിശ്വാസമുള്ള ആള്, നല്ലപോലെ അത് മാനേജ് ചെയ്യുന്നുള്ള ആള് മാത്രം നമ്മൾ ആ പരിപാടി ഏൽപ്പിക്കുക. അത് മാക്സിമം ട്രൈ ചെയ്യുക. പക്ഷെ പറ്റിയില്ലെങ്കിൽ വിഷമാണ്, കുറെ നാളെ നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കും, അത് അങ്ങ് വിട്ടേക്ക്, അതെന്ത് തന്നെയായാലും. ഓക്കെ, പിന്നെ നമ്മൾ മെന്റൽ ഹെൽത്ത്, അതിന്റെ കെയർ നമുക്ക് പറയാം. നമ്മുടെ വീട്ടിലെ നമ്മളെ ആളുകളുടെ ഹെൽത്ത് ഹൈജീൻ നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിലൊക്കെ പറഞ്ഞു. സെക്കൻഡ് യൂണിറ്റിൽ പറഞ്ഞു അവർക്ക് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കും, കുട്ടികൾക്ക് വാക്സിനേഷൻ സമയത്ത് പ്രൊവൈഡ് ചെയ്യും, പ്രായമായ ആളുകൾ ഉണ്ടെങ്കിൽ അവരെന്തെങ്കിലും ക്രോണിക് ഡിസീസിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരെ ഡയറ്റ് അതിനനുസരിച്ച് നമ്മൾ നോക്കി അവരെ കെയർ ചെയ്യും. അസുഖങ്ങൾ വരുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ മാക്സിമം അത് പ്രിവെന്റ് ചെയ്യാനും അതിന് വേണ്ടുന്ന പ്രിക്കോഷൻസ് എല്ലാം എടുക്കും. എല്ലാം നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ പറഞ്ഞു, നമ്മളത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മളുടെയും മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ്, വീട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളല്ല ഉള്ളത്, നമ്മളെ ചുറ്റിപ്പറ്റി പലരും ഉണ്ട്, നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരുണ്ടാവും, നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നവരുണ്ടാവും. എല്ലാവരുടെയും മെന്റൽ ഹെൽത്ത് കെയർ ചെയ്യണം. അതാണ് അതിന്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവില് അല്ലെങ്കിൽ എയിമിലോ ഒന്നായിട്ട് പറയുന്നത്. ഇനി ഈ മെന്റൽ എയിൽമെന്റ്, അതായത് മെന്റൽ ഡിസീസ് വന്നു കഴിഞ്ഞാൽ ചിലത് നമ്മൾ ട്രീറ്റ് ചെയ്യുക തന്നെ വേണം, മെഡിസിൻസ് എടുക്കേണ്ടതായിട്ട് വരും. കാരണം ബോഡിയിലെ കെമിക്കൽ ആക്ഷൻസിന്റെ ഇംബാലൻസ് കൊണ്ടാണ് പലപ്പോഴും മെന്റൽ ഡിസോർഡർ ഉണ്ടാവുന്നത്. കെമിക്കൽ ആക്ഷൻസ് പ്രോപ്പർ ആയിട്ട് നടക്കണം. സോ അതിന് മെഡിക്കേഷൻ കഴിക്കേണ്ടതാണെങ്കിൽ ആ മെഡിക്കേഷൻ എടുക്കുക തന്നെ വേണം. പനി വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ മെഡിസിൻ എടുക്കും. അതുപോലെ തന്നെയാണ് മനസ്സിലൊരു അസുഖം വന്നു കഴിഞ്ഞാൽ മെഡിസിൻ എടുക്കേണ്ടതാണെങ്കിൽ വി ഹാവ് ടു ടേക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ഡെയിലി ആക്ടിവിറ്റീസ്, ചിലർ യോഗ ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, പ്രെയർ, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. ചിലർക്ക് ചിലപ്പോൾ കുറച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് പാട്ട് കേൾക്കാനോ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഓരോരുത്തരായി സ്റ്റിച്ച് ചെയ്യാനോ പെയിന്റ് ചെയ്യാനോ അങ്ങനെയൊക്കെയാണ്. അത് ഡിപ്പെൻഡ്സ്, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെയുള്ള ഡെയിലി ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകുക, എൻഗേജ്ഡ് ആകുക. ഓക്കെ, നെക്സ്റ്റ് നീഡ് ഫോർ മെന്റൽ ഹൈജീൻ ഇൻ സ്കൂൾ. അപ്പൊ നമ്മൾ ഇതെല്ലാം ഫോക്കസ് ചെയ്യുന്ന സ്കൂളിലേക്കാണ്. കൊച്ചു കുട്ടികൾ തുടങ്ങി അഡോളസൻസ്, ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഉള്ള ഒരു ഏരിയ അല്ലെ. അപ്പൊ സ്കൂളില് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മൾ സ്കൂളിലേക്കാണ് ചെല്ലുന്നത്, ഇത്രയും കുഞ്ഞുങ്ങൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ മെന്റൽ ഹെൽത്ത് ഹൈജീൻസിന് വേണ്ടിയിട്ട് സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ്. അത് ഐഷയല്ലേ, അല്ല ഫാത്തിമ? വായിക്കട്ടെ മാം. Need for mental hygiene in schools.
The major incidents of extensive social problems like indiscipline, delinquent behavior, truancy, suicide, underachievement, running away from school, etc., among school children calls for practicing mental hygiene in schools. Often the school is itself a source of maladjustment. Lack of friendliness on the part of the teacher, overemphasis on school marks, teachers partially, fears of failure, excess homework, heavy curriculum, etc., cause mental tension and fear in children. The mental hygiene practice helps the teachers to change their angle of vision so that the school surroundings become good for the health development of the students. സ്കൂളിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് ശരിക്കും സ്കൂളിൽ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം പലപ്പോഴും പല പ്രോബ്ലംസും കുട്ടികൾ ഫേസ് ചെയ്യുന്നു. അത് ഇൻഡിസിപ്ലിൻ, ഡെലിക്വന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിൽട്ടി ഫീലിംഗ്, ഒരു ഗിൽട്ടി ബിഹേവിയർ. ഇപ്പോ ചിലപ്പോ ടീച്ചർ ഒന്ന് ഷൗട്ട് ചെയ്യുന്നു, പെട്ടെന്ന് അത് അഫക്റ്റ് ചെയ്യുക, ഞാൻ എന്തോ തെറ്റ് ചെയ്തു, ഗിൽട്ടി ഫീൽ വരുന്നു അല്ലെ. അത് ഞാനൊരു പോളിടെക്നിക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു മോനുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അച്ഛൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ആംബുലൻസ് ഡ്രൈവറായിരുന്നു. അച്ഛന് ഭയങ്കര പ്രതീക്ഷയാണ് മോനില്, ഇവൻ പഠിച്ച് നല്ല നിലയിൽ എത്തണം എന്നൊക്കെ ഉള്ള ഭയങ്കര ആഗ്രഹവും ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ ഉള്ള ഒരു ഫാദറായിരുന്നു. അപ്പം പുള്ളിക്കാരൻ ഈ മോന് എക്സാമിന് സ്കൂൾ പോളിടെക്നിക് നടത്തുന്ന ഇന്റേണൽ എക്സാംസ് ഉണ്ടല്ലോ, അതിൽ മാർക്ക് കുറഞ്ഞപ്പോ പാരന്റ്സിനെ ഇൻഫോം ചെയ്യും. പാരന്റ്സ് വരും, പാരന്റ്സ് വന്ന് കുട്ടിയും പാരന്റുമായിട്ടൊക്കെ നിന്നിങ്ങനെ സംസാരിക്കും. മേ ബി അന്ന് വീട്ടിൽ ചെന്നിട്ട് അവനെ പണിഷ് ചെയ്യുകയോ എന്തോ ചെയ്തിട്ടുണ്ട്. പിറ്റേ ദിവസം ഇവൻ ആബ്സെന്റ് ആ ക്ലാസ്സിൽ. അതിന്റെ അടുത്ത ദിവസം കണ്ടിന്യൂസ് ഈ കുട്ടി ആബ്സെന്റ്. നമ്മൾ വീട്ടിൽ അന്വേഷിച്ചു. ഒരു 3 days കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പ്രിൻസിപ്പലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അങ്ങനെ പാരന്റിനോട് അറിയിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് കോള് ചെന്നു. പാരന്റ് പറയണത് ദിവസവും യൂണിഫോം ഇട്ട് ബാഗുമായിട്ട് വരുന്നുണ്ട്, സ്കൂളിലേക്ക് വരുന്നുണ്ട്. ഇവന് ഇവിടെ എവിടെയാ പോണേന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ പോളിടെക്നിക് ഇടുക്കിയിലായിരുന്നു, പൈനാവ്. പോളിടെക്നിക്കിന്റെ ചുറ്റും കാടാ. ഇവൻ വന്നിട്ട് ബസ് ഇറങ്ങിയിട്ട് നേരെ ആ കാട്ടിനുള്ളിൽ പോയിരിക്കും. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ. പിന്നെ ഞങ്ങൾ അന്വേഷിച്ചു പോയി, കാടിനകത്തുനിന്ന് ആളെ പിടിച്ചോണ്ട് പോയി. ഇതൊന്നും പറഞ്ഞൊന്നുമില്ല, വളരെ സ്നേഹത്തോടെ കുറേ നേരം അവനോട് സംസാരിച്ചു. അവൻ ഇങ്ങനെ ഇരുന്ന് കരയുമോ. അച്ഛന്റെ പ്രതീക്ഷയ്ക്കത്ത് ഉയരാൻ പറ്റാത്തതിന്റെ ഒരു ഗിൽട്ടി ഫീലിംഗ് ആയിരുന്നു. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അവൻ അവന്റെ പൊട്ടൻഷ്യൽ. പിന്നെ പാരന്റിനെയും വിളിച്ചു. പാരന്റും അച്ഛനും മോനും കൂടെ പിന്നെ കരച്ചിലായി. നമ്മൾ പറഞ്ഞു അങ്ങനെ വഴക്കൊന്നും പറയണ്ട, പണിഷൊന്നും ചെയ്യൊന്നും വേണ്ട, അവൻ കുറച്ച് സമയം കൊടുക്കും, ഒന്ന് റിലാക്സ്ഡ് ആക്ക്, അവന്റെ കഴിവനുസരിച്ച് അവൻ പഠിച്ചോളൂ എന്ന് പറഞ്ഞു. ഒരു ഉറപ്പാ കുട്ടി തന്നു എനിക്ക്. പിന്നെ അവൻ വലിയ കുഴപ്പമില്ലാണ്ട് പഠിച്ചു. എന്തായി എന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ, 2002-ലോ 2003-ലോ ആണ് ഈ സംഭവം. ഇത്രയും വർഷമായില്ലേ, 20 years back. ഓക്കെ, സോ അപ്പൊ അങ്ങനെ ഒരു ഗിൽട്ടി ഫീൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഓരോ പാരന്റിന്റെ ഒരു പെട്ടെന്നുണ്ടായ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ടീച്ചർ ഒരു ഷൗട്ട് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളിൽ ഇതുപോലെ ഗിൽട്ടി ഫീലിംഗ് വരും. പിന്നെ ട്രുവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫെയിലിയർ, എന്തെങ്കിലും ഒരു പരാജയം. അതായത് ഇപ്പോ എക്സാമിന് മാർക്ക് കുറഞ്ഞു അല്ലെങ്കിൽ തോറ്റുപോയി, അങ്ങനെ ഫെയിലിയർ സംഭവിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സൂയിസൈഡ് ടെൻഡൻസി, അറ്റംപ്റ്റ് ഇതൊക്കെ നടക്കാം. പിന്നെ അച്ചീവ്മെന്റ് എത്തുന്നില്ല, അതിന്റെ താഴെ ബിലോ പോകുന്നു, അണ്ടർ അച്ചീവ്മെന്റ്, സ്കൂളിൽ നിന്നും ഓടിപ്പോകുന്നു, അങ്ങനത്തെ കേസസ് ഒക്കെ വരാം. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതുപോലെ തന്നെ എന്റെ ക്ലാസ്സിലെ ഞങ്ങള് 9th ആയപ്പോ ഒരു പയ്യൻ ഇതുപോലെ ഓടിപ്പോയിട്ട് 10th ആയപ്പോ തിരിച്ച് പിടിച്ചോണ്ട് വന്നു. ചെന്നൈയിലേക്കും കണ്ടാ പോയത്. പക്ഷെ ആ ഓടിപ്പോയി കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇവനെ കൊണ്ടുവന്നത്. പക്ഷെ ആ ഒരു വീട്ടിൽ നിന്നും വിട്ടുനിന്ന് സ്കൂളിൽ നിന്നും വിട്ടുനിന്നൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു. പിന്നെയും സ്കൂള് 10th കഴിഞ്ഞ് പഠിച്ചൊന്നുമില്ല, മുംബൈക്ക് പോയി. പിന്നെ അറിയുന്നത് ആൾക്ക് ഒരു വീടൊക്കെ വിട്ടുപോയി എന്നവിടെ. ഞാൻ ഈ കുട്ടിയെ പറ്റി ഇങ്ങനെ ബോയാണ് അന്വേഷിച്ചപ്പോ ഇതൊരു 30 years ഒക്കെ ബാക്കുള്ള കാര്യമാണ്. ഞങ്ങളുടെ സ്കൂൾ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1994-ലാണ് ഞാൻ SLC പാസ്സായത്. അന്വേഷിച്ച് കഴിഞ്ഞപ്പോ ഈ ഒളിച്ചോടി പോയല്ലോ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ. അപ്പൊ തന്നെ അവൻ അൺനെസസറി ആക്ടിവിറ്റീസിൽ പെട്ടിട്ടുണ്ടായിരുന്നു.
അതാണ് 10th കഴിഞ്ഞ് പുള്ളി പഠിക്കാൻ നിന്നില്ല, നേരെ മുംബൈക്ക് വണ്ടി കയറി റെഡ് സ്ട്രീറ്റിലൊക്കെ പോയി നല്ലപോലെ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആയി. ആള് HIV പോസിറ്റീവായി, അങ്ങനെ മരിക്കുകയാണ് ചെയ്തത്. HIV പോസിറ്റീവ് ആയപ്പോഴേക്കും നാണക്കേട് കാരണം അവരുടെ വീട്ടുകാർ ആ വീട് വിറ്റ് അവിടെ നിന്ന് ആ നാട്ടിൽ നിന്ന് പോയി. അവരിപ്പോ എവിടെയാണെന്നറിയില്ല. ആള് മരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോരോ കേസസ് ഉണ്ടാവുകയാണ്. അന്ന് സ്കൂളിലെ ഇഷ്യൂ കൊണ്ടല്ല അത് ഓടിപ്പോയത്, വീട്ടിലെ എന്തോ ഇഷ്യൂ കാരണം ഓടിപ്പോവുകയുണ്ടായത്. ഓക്കെ, അതുകൊണ്ട് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ് സ്കൂളുകളിൽ. സ്കൂള് പലപ്പോഴും സ്കൂളില് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി, മാലഡ്ജസ്റ്റ്മെന്റ്, അതാണ് സ്കൂളൊരു സോഴ്സ് തന്നെയാണ് ഇതുപോലുള്ള മാലഡ്ജസ്റ്റ്മെന്റിന്. അതായത് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി, അവിടെ പാർഷ്യാലിറ്റി ഉണ്ടാകാം, ചില സമയത്ത് അൺഫ്രണ്ട്ലി നേച്ചർ ഓഫ് ടീച്ചർമാർ അൺഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നു, ചില കുട്ടികളോട് കൺസേൺ കാണിക്കുന്നു, ചിലരെ ഒഴിവാക്കുന്നു, മാറ്റി നിർത്തുന്നു, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ സ്കൂളുകളിൽ സംഭവിക്കാല്ലേ. ലാക്ക് ഓഫ് ഫ്രണ്ട്ലിനെസ് ഓൺ ദ പാർട്ട് ഓഫ് ദ ടീച്ചറുടെ സൈഡിൽ നിന്നുണ്ടാകുന്ന അൺഫ്രണ്ട്ലി നേച്ചർ. പിന്നെ സ്കൂൾ മാർക്കുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഓവർ എംഫസിസ് ഓൺ സ്കൂൾ മാർക്സ്, ടീച്ചേഴ്സ് പാർഷ്യാലിറ്റി, ഫിയേഴ്സ് ഓഫ് ഫെയിലിയർ, തോറ്റു പോകുന്നുള്ള പേടി, ഭയങ്കര പ്രഷർ ആയിരിക്കും ചിലപ്പോൾ വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും. എക്സസ് ഹോംവർക്കിന്റെ അമിത ഭാരം, ഹെവി കരിക്കുലം ഭയങ്കര ടഫ്, ആ ഒരു അക്കാദമിക്സ്, ഇതെല്ലാം മെന്റൽ ടെൻഷനും ഫിയറും ഉണ്ടാക്കുന്നു കുട്ടികളിൽ. മെന്റൽ ഹൈജീൻ പ്രാക്ടീസ്, ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാല്, മോൻ തന്നെ പഠിക്കുന്ന ഒരാളാണ്, അവനിപ്പോ 9th-ലേക്കായി. ഇവർക്ക് ഈ കമ്പ്യൂട്ടറില് പുതിയൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പൈത്തൺ, ഞാനൊന്നും അത് പഠിച്ചിട്ടില്ല, ഞാൻ C++ ഒക്കെ പഠിച്ചിട്ടുള്ളൂ, പാസ്കൽ, ഫോർട്രാൻ, പഴയ ലാംഗ്വേജ് ഒക്കെ ആയിരുന്നു പഠിച്ചത്. അപ്പൊ എനിക്കിത് പറഞ്ഞു കൊടുക്കാൻ കറക്റ്റ് അറിയില്ല. ഹസ്ബൻഡ് തന്നെത്താനെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ആൾക്കിത് എനിക്ക് അറിയാത്ത കാരണം പറഞ്ഞു കൊടുക്കുന്നില്ല. ആൾക്കറിയാം, പക്ഷെ പറഞ്ഞു കൊടുക്കാൻ അറിയാത്ത കാരണം ആൾക്കും പറ്റുന്നില്ല. ഞാൻ എങ്ങനെയൊക്കെയോ കുട്ടിയെ പറഞ്ഞ് അത് മനസ്സിലാക്കിച്ചു. പക്ഷെ സ്കൂളിന്റെ ഇന്റേണൽ വരും, അത് കഴിയുമ്പോഴാണ് മെയിൻ ടേം എക്സാം വരുന്നത്. ആ ഇന്റേണൽ എക്സാമില് കമ്പ്യൂട്ടറിന് മാത്രം അവൻ ഫെയിലായി. ആദ്യമായിട്ടാട്ടോ ഒരു ഫെയിലിയർ വരുന്നത് ഇങ്ങനെ മാർക്ക്. ബട്ട് ആള് ഭയങ്കര കൂളായിരുന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് കമ്പ്യൂട്ടറിന്റെ മാർക്ക് കിട്ടി, ഞാൻ ഫെയിലായി, വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ എന്നോട് പറഞ്ഞത്, മറച്ചൊന്നും വെച്ചില്ല, ഹൈഡ് ചെയ്തൊന്നുമില്ല. അപ്പൊ ഞാൻ എന്ത് പറ്റിയെന്നൊന്നും ഞാൻ ചോദിച്ചില്ല, കാരണം എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ലായിരുന്നു. അങ്ങനത്തെ പ്രശ്നമുണ്ട്, എന്താ അതൊന്നും എനിക്ക് മനസ്സിലാവണമുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പിന്നെ അതിനെപ്പറ്റി ഡിസ്കഷൻ ഒന്നും വന്നില്ല. മെയിൻ എക്സാമായി, ഫൈനൽ എക്സാം ആയപ്പം കമ്പ്യൂട്ടർ വന്നപ്പോ എനിക്ക് ടെൻഷൻ ആട്ടോ, പക്ഷെ ഇവനെ ഒരു ടെൻഷനും ഇല്ല. ഇവൻ പറഞ്ഞു രാവിലെ 7:30 ഇറങ്ങും, മറ്റേ നേരത്തെ ചെന്നിട്ട് അവിടെ ഇരുന്ന് പഠിക്കും എന്ന് പറഞ്ഞു. സ്കൂളിൽ ഇരുന്ന് ഫ്രണ്ട്സുമായിട്ട് ഇരുന്ന് പഠിക്കും. അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ എനിക്ക് കമ്പ്യൂട്ടർ പറഞ്ഞിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നത് സ്കൂൾ ക്ലോസ് ചെയ്ത് ഒരു 2 weeks കഴിഞ്ഞ് ഏപ്രിൽ 1st week 2nd week ആണ് റിസൾട്ട്. എനിക്ക് കമ്പ്യൂട്ടറിന്റെ കാര്യത്തിൽ മാത്രമേ കിട്ടും. പക്ഷെ നോക്കുമ്പോൾ കമ്പ്യൂട്ടറിന് മോർ ദാൻ 90% മാർക്ക്. അപ്പൊ പോണ വഴിക്ക് എന്നോട് പറയുന്നുണ്ട്, ഒരു കുഴപ്പമില്ല അമ്മ എന്തിനാ അതിനെ പറ്റി ബോധർ ചെയ്യണത്, ഇപ്രാവശ്യം എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് പറയും കേട്ടോ. അപ്പൊ അവിടെ ചെന്നപ്പോഴേക്കും മാർക്ക് കണ്ടപ്പോഴേക്കും എബോ 90% ഉണ്ട്. അപ്പം കുട്ടിക്ക് ഒരു ഫെയിലിയർ വന്നപ്പോ അവനത് ഫേസ് ചെയ്യാൻ പറ്റണം, അവനത് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. നമ്മള് കുട്ടികളെ പ്രഷറൈസ് ചെയ്യുമ്പോൾ പാരന്റ് സൈഡിൽ നിന്നാണെങ്കിലും ടീച്ചർ സൈഡിൽ നിന്നാണെങ്കിലും ഒരു പ്രഷർ വരുമ്പോഴാണ് ഇവർക്ക് ഫിയർ ഓഫ് ഫെയിലിയർ. ഇവിടെ എന്ന് വെച്ചാൽ കോൺഫിഡന്റ് ആയി പഠിക്കാൻ അവൻ മെത്തേഡ് കണ്ടുപിടിച്ചു, അറിയാവുന്ന ആളുടെ അടുത്തുനിന്ന് പഠിച്ചു. പീർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് അവിടെ ഇപ്പൊ നല്ല രീതിയിൽ തന്നെ കിട്ടി, പീർ ഗ്രൂപ്പ് സപ്പോർട്ട്. അപ്പം അങ്ങനെ മനസ്സിലായി എവിടെയാണ് എനിക്ക് പോരായ്മ വന്നതെന്നുള്ളത്. അത് റിലാക്സ് ചെയ്തിരുന്ന അവർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കിയാൽ മതി. ദേ വിൽ ഡു ബെറ്റർ, അവർക്കത് പറ്റും. അപ്പൊ അതല്ല ഈ ഷൗട്ട് ചെയ്യുന്നു, അവരെ പണിഷ് ചെയ്യുന്നു, ഒരു ഭക്ഷണം ഒരു നേരം കൊടുക്കാതിരിക്കുന്നു, അങ്ങനെയുള്ള ശിക്ഷാ നടപടികളിലേക്കൊക്കെ പോകുമ്പോൾ ഇവരുടെ മൈൻഡേ മാറും, തോട്ട് മാറും, അവരുടെ മെന്റൽ ഹൈജീൻ വളരെ ലോ ആവും. അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇപ്പൊ പല രീതിയിലും നമുക്ക് മെന്റൽ ഡിസോർഡർ അല്ലെങ്കിൽ ബൈപോളാർ ഡിസോർഡർ ഉള്ള ആൾക്കാരുടെ ഡിപ്രഷനിലേക്ക് പോവാം, മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ടാവും,
ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ടാവും, സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ഉണ്ടാവും, സ്ക്രീസോഫ്രീനിയ എന്നുള്ള അവസ്ഥയിലേക്ക് വരും. നിങ്ങൾ റോഷാക്ക് മൂവി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൽ മമ്മൂട്ടിക്ക് സ്ക്രീസോഫ്രീനിയാണ് ശരിക്കും. ഓക്കെ, ഈ സ്ക്രീസോഫ്രീനിയ ഉള്ള പേഷ്യൻസ് അവര് ചിലരുടെ അടുത്ത് ഭയങ്കര നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്യും. ചിലർ അവരെ സംബന്ധിച്ച് അവരുടെ കെയർ ഗീവറെ പോലെയാണ്. ചിലരുടെ അടുത്ത് അവര് ഭയങ്കരമായിട്ട് അല്ലാത്ത സമയത്ത് അവര് സോഷ്യലൈസ് ചെയ്യില്ല. പിന്നെ ഹൈജീൻ ഉണ്ടാവില്ല, പേഴ്സണൽ ഹൈജീൻ വളരെ മോശമായിരിക്കും. ഷാബി ആയിട്ടൊക്കെ ആയിരിക്കും നടക്കുക. കുളിക്കില്ല, പല്ല് തേക്കില്ല, ഭക്ഷണം കഴിക്കില്ല, ഉറങ്ങില്ല. പിന്നെ ഭയങ്കര ഹാലൂസിനേഷൻസ് ഒക്കെ ആയിരിക്കും. അങ്ങനെ കേസസ് ഒക്കെ ഉണ്ടാവും സ്ക്രീസോഫ്രീനിയക്ക്. നമ്മളുടെ എങ്ങനെയുള്ള മെന്റൽ ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാവാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇറ്റ് അഫക്ട്സ് അവർ എബിലിറ്റി ടു തിങ്ക്. നമുക്ക് ചിന്തിക്കാനുള്ള നമ്മളുടെ ആ കഴിവിനെ ബാധിക്കും. പിന്നെ നമുക്ക് ഫീൽ ചെയ്യാനുള്ളത്, ക്ലിയർ ആയിട്ട് ബിഹേവ് ചെയ്യാനുള്ളത്, ഇതെല്ലാം ബാധിക്കും. കെയർലെസ് ആയിരിക്കും ഭയങ്കരമായിട്ട്. ബൈപോളാർ ഡിസോർഡർ ഇങ്ങനെയുള്ള ഡിസോർഡേഴ്സ് ഒക്കെ വരുന്നത് കോമൺ ആണ്. അത് ക്യൂർ ചെയ്യാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ട്രീറ്റ്മെന്റ് ഹെൽപ്പ് ചെയ്യും. ക്രോണിക് ചിലപ്പോ കുറെ ഇയേഴ്സ് ഒക്കെ ലൈഫ് ലോങ് ഒക്കെ ഇതിന്റെ ഒരു എപ്പിസോഡൊക്കെ ഉണ്ടാവും, മൂഡ് സ്വിംഗ് എപ്പിസോഡ്സ്. ചില സമയത്ത് വളരെ നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്യും, ചില സമയത്ത് അവർക്ക് ഭയങ്കര മൂഡ് സ്വിംഗ് ആയിരിക്കും. ഇതിന്റെ കാരണങ്ങൾ ഇങ്ങനെയുള്ള ഡിസോർഡേഴ്സ്, ഈ ബൈപോളർ ഡിസോർഡർ ഒക്കെ വരുന്നതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജനറ്റിക് ആയിരിക്കും, ചിലത് അവരുടെ സാഹചര്യം, ആ ഒരു എൻവയോൺമെന്റിന്റെ കാരണമാകും. ഇത് ബ്രെയിൻ സ്ട്രക്ചറിന് എന്തെങ്കിലും ഓൾട്ടറേഷൻ സംഭവിച്ചാലും ഇതുപോലെ ബൈപോളർ ഡിസോർഡറും ഇതുപോലുള്ള സൈക്കോട്ടിക് ഡിസോർഡർ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ബോഡിയിലെ കെമിക്കൽ ആക്ഷൻസ് അതിന്റെ ഒരു റോള് തന്നെയാണ് ഇങ്ങനത്തെ ഒരു ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാകുന്നതിന്റെ ഒരു മെയിൻ കാരണങ്ങളൊക്കെ ആകും. അപ്പൊ ഓക്കെ, ഇപ്പം ഇതായിരുന്നു നീഡ് ഫോർ സ്കൂളുകളിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മെന്റൽ ഹെൽത്ത്. നമ്മളിപ്പോ മെന്റൽ ഹൈജീനെ കുറിച്ചായിരുന്നു ആദ്യം പറഞ്ഞത്. നെക്സ്റ്റ് മെന്റൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്തും ഹൈജീനും കൂടെ ഒരു ഒറ്റ പാരഗ്രാഫായിട്ട് പറയുന്നുണ്ട്. ആരെങ്കിലും റെഡി ആണെങ്കിൽ റീഡ് ചെയ്തോളൂ. നമുക്ക് ഇതും കൂടെ ഒന്ന് റീഡ് ചെയ്തിട്ട് മൈൻഡ് ചെയ്യാം. യെസ് പ്ലീസ്. ഞാൻ വായിക്കട്ടെ മാം. ഓക്കെ മാം. Mental health and mental hygiene. Mental health is science that deals with the care and promotion of mental health, as well as the prevention of mental ill health. Mental ill health. The aim of mental hygiene is to try to achieve better mental health. Mental health is process of continuous and adjustments to the environment by the individual. Mental hygiene is the means of attaining health, personal and social adjustment according to the cut, and mostly mental is the ability to adjust satisfactorily to the various strain of the environment we meet in life, and mental hygiene is the means we take to the assure this adjustment. In short, mental hygiene is the means of we take to assure this adjustment. In short, mental hygiene and mental health may be differentiated as means, and mental hygiene is a means to make people conscious of mental health. It provides means and measure to attain mental health. Okay, ma'am. ഓക്കെ, സോ അവിടെ ഒരു ഇതുപോലെ തന്നെ സൈക്കോളജിസ്റ്റുകളുടെ പേര് പറയുന്നുണ്ട്. കട്ട്സ് ആൻഡ് മോസ്ലി. നോർമ ഇ കട്ട്സ് ആൻഡ് നിക്കോളാസ് മോസ്ലി ആണ്, ഓതേഴ്സ് ആണ്. അവര് പറഞ്ഞത്, നമ്മൾ പറഞ്ഞല്ലോ മെന്റൽ ഹെൽത്ത് ആണ് നമ്മൾ എയിം ചെയ്യുന്നെങ്കിൽ അതിലേക്കുള്ള മീൻസ്, മാർഗമാണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. അവിടെ ഒരു സെന്റൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല വേറൊരു കാര്യം കൂടി ഉണ്ട്. അക്കോർഡിംഗ് ടു കട്ട്സ് ആൻഡ് മോസ്ലി എന്ന് പറഞ്ഞിട്ട് വരുന്നില്ലേ, അതിൽ മെന്റൽ
ഹെൽത്ത് എന്ന് ചേർക്കുക കേട്ടോ. ഹെൽത്ത് ആണ് മിസ്സിങ്. മെന്റൽ ഹെൽത്ത് ഈസ് ദ എബിലിറ്റി ടു അഡ്ജസ്റ്റ്. നമ്മുടെ എൻവയോൺമെന്റിൽ വരുന്ന ഏതൊരു സ്ട്രെയിനെയും നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ എബിലിറ്റിനെയാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പൊ അത് ആണ് നമ്മുടെ ലക്ഷ്യം. അതിലേക്കുള്ള മാർഗം, മീൻസ് ആണ് മെന്റൽ ഹൈജീൻ. ഈ ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്കുള്ള മീൻസ്, മാർഗമാണ് മെന്റൽ ഹൈജീൻ. അപ്പൊ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ മെന്റൽ ഹൈജീൻ ഈസ് ദ മീൻസ് വി ടേക്ക് ടു അഷ്വർ ദിസ് അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ മീൻസ് ആൻഡ് എൻഡ്സ് ആയിട്ട് നമുക്ക് പറയാം മെന്റൽ ഹൈജീനെയും മെന്റൽ ഹെൽത്തിനെയും. മെന്റൽ ഹൈജീൻ മീൻസ് ആണെങ്കിൽ മെന്റൽ ഹെൽത്ത് അതിന്റെ എൻഡ് റിസൾട്ട്, ഔട്ട്പുട്ട് എന്ന് നമ്മൾ പറയുന്നത്, എയിം, ഗോൾ എന്ന് പറയുന്ന പോലെ തന്നെ ആളുകളെ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് കോൺഷ്യസ് ആക്കുക. ഇതാണ് മെന്റൽ ഹൈജീന്റെ ഉദ്ദേശം. ഇറ്റ്സ് എ മീൻസ്, ആ ഒരു മാർഗം. മെന്റൽ ഹെൽത്ത് it provides means and measures to attain mental health. മെന്റൽ ഹെൽത്ത് അറ്റൈൻ ചെയ്യാനുള്ള മീൻസും മെഷേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നു മെന്റൽ ഹൈജീൻ. അതാണ് അതിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ നോർമ ഇ കട്ട്സ് ആൻഡ് നിക്കോളാസ് മോസ്ലി ആണ് ആ ഒരു ഡെഫിനിഷൻ പോലെ പറഞ്ഞത്. മാർഗം ഇതാണ്, ലക്ഷ്യം ഇതാണ്, മീൻസ് ആൻഡ് എൻഡ്സ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ ഇതിനൊരു സ്റ്റേറ്റ്മെന്റും കൂടെ പറയുവാണെങ്കിൽ, വാട്ട് വി യൂസ് ടു ഡു, വാട്ട് വി എയിം ടു ഡു. നമ്മൾ ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. വാട്ട് വി യൂസ് ടു ഡു, വാട്ട് വി എയിം ടു ഡു. റിഫ്രേസ്, വാട്ട് വി യൂസ് ടു ഡു. നമ്മൾ ചെയ്യുന്നു, നമ്മൾ എന്താണോ ചെയ്യുന്നത്, വാട്ട് വി എയിം ടു ഡു, ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് ചെയ്യുന്നതാണ് അത്. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് കൊണ്ട് ആ ടോപ്പിക് തീരും, ആ ഒരു ചാപ്റ്റർ തീരും. PFA നമുക്ക് അതിന്റെ ഒപ്പം തന്നെ എടുക്കാം. PFA സൈക്കോളജിക്കൽ ഫസ്റ്റ് ഇയർ അതിന്റെ ഒപ്പം തന്നെ എടുക്കാം. സോ സൈൻ ഔട്ട് ഉണ്ടോ? നമ്മുടെ മാം ഒരു അസൈൻമെന്റ് പറഞ്ഞിട്ടുണ്ട് 4 തിരിച്ച്, അതെങ്ങനെ നമ്മൾ ചെയ്യേണ്ടത്? ഞാൻ അസൈൻമെന്റ് ആയിട്ടല്ല തന്നത്, ഒരു അസസ്മെന്റ് ടൂൾ അല്ലേ അത് മാം? നമ്മുടെ ക്ലാസ് റൂമിൽ ഇട്ടേക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇട്ടിട്ടില്ല. അത് ഞാൻ ക്ലാസ് റൂമിൽ ഇടാന്ന് പറഞ്ഞു. അസസ്മെന്റ് ടൂൾ ആണോ 4 തിരിക്കാൻ പറഞ്ഞു? അതാണോ ചോദിച്ചേ? എന്താ ഉദ്ദേശിച്ചത്? ഏതായിരുന്നു? അല്ല, അത് ഒരു ബുക്ക് മേടിച്ചിട്ട് അതിനെ അങ്ങനെ തിരിച്ചെഴുതാൻ ക്ലാസ് റൂമിൽ ഇടില്ല. അത് നിങ്ങളുടെ അസൈൻമെന്റോ ആക്ടിവിറ്റിയോ അല്ല. നിങ്ങൾ ഈ ജോബിലേക്ക് പോകുമ്പോ അല്ലെങ്കിൽ കുട്ടികളെ ഡീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അസസ് ചെയ്യാനൊരു ടൂള് നമ്മൾ സ്വയമായിട്ട് ഡിസൈൻ ചെയ്യുന്നതാ. അത് ക്ലാസ് റൂമിൽ ഇട്ടാലുണ്ടല്ലോ കൺഫ്യൂസ്ഡ് ആയി പോകും. സബ്മിറ്റ് ചെയ്യേണ്ടതാണോ അത്? ഇത് നമ്മളുടെ അസൈൻമെന്റ് ആക്ടിവിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നുമല്ല. നമ്മൾ സ്വയം ഒരു അസസ്മെന്റ് ടൂള് ഡിസൈൻ ചെയ്യുവാണ്. കുട്ടികളുടെ ഓരോ ഏജിലും അവർക്കുണ്ടാകുന്ന ചേഞ്ചസ്, ആ ചേഞ്ചസ് അവർക്ക് ഇല്ലെങ്കിൽ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കാനും അത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന, സ്വയം നമ്മുടെ ഒരു പ്രോജക്റ്റ് എന്ന് തന്നെ വിചാരിച്ചു. ടൂളാണ് കേട്ടോ. ഒരു നോട്ട്ബുക്ക് വാങ്ങുക. അത് നിങ്ങൾക്ക് ചൈൽഡ് ഡെവലപ്മെന്റ് കഴിഞ്ഞോ? ആ പാർട്ട് കഴിഞ്ഞോ? പാർട്ട് 2 കഴിഞ്ഞോ? അതിൽ ഓരോ പ്രായത്തിലും കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് സ്റ്റേജസ് അല്ലേ കാണുന്നത്? അതെ. അപ്പം നമ്മള് 4 പാർട്ടായിട്ട് ആ നോട്ട്ബുക്കിനെ ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് പാർട്ട് 0 to ബർത്ത് തുടങ്ങി 6 years, then സെക്കൻഡ് പാർട്ട് 6 to 12 years, then 12 to 18 years, then 18 to 24. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു 4 സൈക്കോ അനാലിസ്റ്റുകളുടെ ഒബ്സർവേഷനും നല്ലപോലെ മനസ്സിലാക്കിയിട്ട് ഈ ഓരോ ഏജിലും അവര് പറഞ്ഞ കാര്യങ്ങളും നമ്മുടെ ആ പാർട്ട് 2-ലുള്ള കാര്യങ്ങളും കൂടെ ചേർത്ത് എഴുതി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വെക്കണം. നമ്മുടെ മുന്നിൽ നാളെ ഒരു കുഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ കുട്ടിയുടെ ഏത് ഏജിലാണ് അവൻ നിൽക്കുന്നത്, അവൻ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടോ ഡെവലപ്മെന്റ് സ്റ്റേജില്, അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു ടൂളാണ് കേട്ടോ ഇത്. ഓക്കെ മാം. പിന്നെ മാം ഫോർത്ത് റെക്കോർഡ് മാം ഫുള്ളും പറഞ്ഞു തന്നില്ല, ഞങ്ങൾക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. പറഞ്ഞുതരാം. ഓക്കെ, ഇനി ഒന്ന് ഓർപ്പിച്ചാൽ മതി. നെക്സ്റ്റ് ക്ലാസ് ഒരു എൻഡ് ചെയ്യുന്നതിന് 15 minutes or 20 minutes ബിഫോർ. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. സൈൻ ഔട്ട് ഉണ്ടോ ആരെങ്കിലും? എനിബഡി?
Okay, then we can wind up. Ma'am, Yes. ഉണ്ട് sign out ഉണ്ട് പറഞ്ഞോട്ടെ. പറയൂ. Okay. Good morning, everyone. Thank you, Jisha ma'am, for making the class so easy to understand. I enjoyed today's class. That was a fantastic session. I felt so inspired after the class. I also thank all my friends for listening and helping each other. Now, I would like to share a small story. The ant and the grasshopper. An ant works hard to store food for the winter, while a grasshopper plays and sings. When winter comes, the ant is prepared, but the grasshopper struggles. Moral: hard work and preparation pay off. Being responsible and planning for the future is important. Let's all choose happiness and keep learning together. Thank you, everyone. Sign out, Jerusha from Time Club. Thank you, ma'am. Ma'am, I have one doubt, ma'am, that in fourth record there is a calendar making so of child labors, and we have to that 12 months from Jan to December. Yeah, yes, Jan to December, and you can take this year, that is 2025, present year. Okay. And in every page, please try to put one quote regarding children. Yeah, ma'am, I have collected the pictures and cards also, but I have don't doubt that we have to mention the 12 months of what I. Yeah, yes, 12 months. Okay, ma'am, thank you. Thank you, ma'am. 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 Thank you, ma'am.